Good morning. Good morning, sir. Yes, രാഹുൽ. എനിക്ക് അഭിരാമിനെ എനിക്കറിയാം. രാഹുൽ ഒന്ന് പരിചയപ്പെടുത്തും, എനിക്ക് അറിയില്ല, അതുകൊണ്ടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്ഥലം എവിടെ രാഹുലിന്റെ? ഞാൻ കോഴിക്കോട് കുന്നമംഗലം. കുന്നമംഗലം, ഓക്കെ. കുന്നമംഗലത്ത് നമുക്ക് കുന്നമംഗലം ആ മെയിൻ റോഡല്ലേ, മറ്റേ നമ്മുടെ താമരശ്ശേരിയൊക്കെ പോകുന്ന റോഡല്ലേ? അതന്നെ വയനാട് റോഡ്. വയനാട് പോകുന്ന റോഡ്. വയനാട് മുക്കം, അരീക്കോട്, നിലമ്പൂര് ഒക്കെ ഈ റോഡ് കൂടെ തന്നെയാണ്. മനസ്സിലായി. എനിക്കവിടെ ക്ലയന്റ് ഉണ്ട്. ഞാനത് ഡൗട്ട് വന്നത്. കുന്നമംഗലം കൊടുവള്ളിയും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ ആണ്. കറണ്ട് പോയി അവിടെ. ഓ കറണ്ട് സാർ, കറണ്ട് പോയി. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എങ്ങനെ മഴ ഉണ്ടോ നാട്ടിലിപ്പോ? ഇല്ല, ഇപ്പം മഴയില്ല. ഇല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബട്ടൈ. അഭിരാം, എന്താ ജോബ് മാറി അല്ലേ? ഹെൽത്ത് സെക്ടറിലേക്ക് മാറി. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു, സ്റ്റാർട്ടപ്പിലായിരുന്നു. ഇപ്പോ കെയർ ഹെൽത്തിലോട്ട് മാറി. ഒരു വർഷമായിട്ട് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എങ്ങനെയുണ്ട് ബിസിനസ്? എങ്ങനെയുണ്ട് ഇപ്പോ? ബിസിനസ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇടയ്ക്കൊന്നും ചെറിയതായിട്ട്, ഇപ്പൊ കുഴപ്പമില്ല, പോകുന്നുണ്ട്. കോവിഡ് ടൈമില് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും അവർക്കൊരു അവയർനെസ്, കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടി, ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എടുക്കണമെന്നുള്ളത്. അപ്പൊ എനിക്ക് മുമ്പത്തെ ഒരു സ്ട്രഗിൾ വരുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നുള്ള, അത്യാവശ്യമുള്ളതെന്നുള്ളത്. അതെ. കോവിഡിന് മുമ്പൊക്കെ ആണെങ്കിൽ അത് കുറച്ച് സ്ട്രഗിൾ കൂടുതലായിരുന്നു, ആൾക്കാർക്ക് പാടായിരുന്നു, പലർക്കും അറിയത്തില്ലായിരുന്നു. കോവിഡ് വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് മസ്റ്റായിട്ട് വേണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്ലസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ലിങ്ക് കിട്ടിയില്ല. ഈ അവസാന നിമിഷത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം. അതിന്റെ മെസ്സേജാണ്. ഓക്കെ. സോ പിന്നെ ആരാ വന്ന പുതിയ ആൾക്കാര്? ജിൻസ്, ഗുഡ് മോർണിംഗ്. വികാസ്, ശരി പറയും. ജിൻസ്, നമസ്കാരം. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലരുടെയും മുഖം കണ്ടു പരിചയമുണ്ടെന്നല്ലാണ്ട് പലരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ട്? ജിൻസിന് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇല്ല. രാഹുൽ പറയൂ. രാഹുൽ കണ്ടിന്യൂ ചെയ്യാം. കറണ്ട് പോയത് നിർത്തിയതായിരുന്നു. ബിസിനസ് എന്താ ബിസിനസ്, എന്താ കാര്യങ്ങൾ ഡീറ്റെയിൽ? ഞാൻ ഫ്രാഞ്ചൈസി ആണ്, അതായത് കോട്ടക്കൽ ആരോഗ്യശാല, വൈദ്യരത്നം മരുന്നിന്റെ ഫ്രാഞ്ചൈസി നടത്താണ് കുന്നമംഗലത്ത്. പിന്നെ ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടായിരുന്നു, കോവിഡ് സമയത്ത് സർക്കാർ അത് ക്ലോസ് ചെയ്തു. ഡോക്ടേഴ്സ് വരാറുണ്ടോ അവിടെ? അതോ ഡോക്ടർ 2 ആളുണ്ട്. നിങ്ങൾ തന്നെ വെച്ചിരിക്കണോ അതോ ഞാൻ വെച്ചതാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ആയുർവേദ ബിസിനസ്? എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല സമയമാണ്, ഇപ്പൊ കർക്കിടകല്ലേ, നല്ല സെയിലുള്ള സമയമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ എങ്ങനെ പാക്കേജ് ആയിട്ടാണോ ചാർജ് ചെയ്യാറുള്ളത്? എങ്ങനെ? ഈ ലൈക്ക് ഈ ഉഴിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അവിടെ? അത് ഉണ്ടായിരുന്നു, അതിപ്പോ ക്ലോസ് ചെയ്തു. പഞ്ചകർമ്മ ഹോസ്പിറ്റലായിട്ടുണ്ടായിരുന്നു, അത് നിർത്തി. ഇപ്പം സെയിൽസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ജീവൻ സാർ വരാറുണ്ട്. ജീവൻ സാർക്ക് അദ്ദേഹത്തിന്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ് ആലപ്പുഴയിൽ. അവർക്കൊരു റിസോർട്ട് മോഡൽ ചെറിയൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. എവിടെയത്? ആലപ്പുഴ തോട്ടപ്പള്ളി. ആലപ്പുഴ. സാറ് സംസാരിക്കുന്ന അവിടുന്ന് ആലപ്പുഴ? എനിക്കല്ല ഞാൻ പറഞ്ഞു, ഞാൻ ജീവൻ സാർ വരാറുണ്ട്, അദ്ദേഹത്തിന്. സാർ എവിടെയാ? സ്ഥലം എവിടെയാ?
ഞാൻ ശരിക്കും നാട് പാലക്കാടാണ്, ഒറ്റപ്പാലാണ്. ഒറ്റപ്പാലം. പക്ഷെ ആ, ശരി. ഇപ്പൊ ബാംഗ്ലൂരാണ്. ഇതെന്റെ ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഓഫീസ്. ഓക്കെ. ബാംഗ്ലൂർ ഉണരുന്ന വെളിച്ചം വന്നു തുടങ്ങിയിട്ട് ബാക്കിൽ കാണാം. ഉം. ഞാൻ ഓഫീസിൽ തന്നെയാണ്. ഓക്കെ. Yes. ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് കുറെ എപ്പോഴെങ്കിലും നോക്കാൻ പറ്റില്ല, എന്താ സംഗതി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെയാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ആ മറ്റേ സാറിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോ അങ്ങനെയാണത് ജോയിൻ ചെയ്ത് തന്നെ. എന്താന്ന് കറക്റ്റ് മനസ്സിലാകുന്നില്ല. ഞാൻ ആക്ച്വലി എല്ലാ പരിപാടിയും ഇവിടെ അവതരിപ്പിക്കുന്നതിന് മുന്നേ സ്വയം അവതരിപ്പിച്ചു നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് അഭിരാമിനൊക്കെ അറിയാം. നമ്മൾ ആ പരിപാടി ചെയ്തിട്ട് വിജയിച്ചതിന് ശേഷം മാത്രമേ ഒരു പരിപാടി അവതരിപ്പിക്കാറുള്ളൂ. കുറെ വർഷങ്ങളായിട്ട് നമുക്ക് 5 മണി എന്ന് പറയുന്ന ഒരു ശീലമാണ്. അത് സത്യം പറഞ്ഞ ഏറ്റവും വലിയ മടിയൻ ഞാനായിരുന്നു. അതെ അതെ അതെ. ആ മടി എന്താ പറയാ, ഇപ്പോഴും ബ്ലഡ് ഞങ്ങൾ മുഴുവൻ പോയി എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ മടി കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരു പ്രോഗ്രാം വെക്കുന്ന എപ്പോഴും എനിക്കൊന്ന് മാറണം തോന്നുമ്പോഴാണ് ഞാൻ ഒരു പ്രോഗ്രാം വെക്കുക. എനിക്കൊരു ചേഞ്ച് എടുക്കണം തോന്നി അപ്പൊ ഞാനൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യും. 21 ഡേയ്സിന്റെ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ചെറിയ ഡയറ്റുകൾ തുടങ്ങും. അതേപോലെ തന്നെ നമ്മൾ ചെറിയ കുറച്ച് പ്ലാനുകൾ, നമ്മുടെ ഒരു ചേഞ്ച്, അതായത് ഒരേ സോണിൽ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അൺകംഫർട്ടബിൾ ആയിരിക്കണം എപ്പോഴും. കംഫർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 10 മണി വരെ കടന്നുറങ്ങുന്ന സ്വഭാവമായിരിക്കും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 5 മണിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം കൊടുക്കില്ല, നമ്മുടെ മനസ്സിന്, ശരീരത്തിന്. അപ്പോഴാണ് ആ ഒരു അൺകംഫർട്ടബിൾ ആണെന്നായിരിക്കും നമ്മളെ എനർജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒരിക്കലും ഇല്ലാത്ത സ്വഭാവമായിരുന്നു. രാത്രി ഞാൻ അധികം ഉറക്കം ഒഴിക്കില്ല. ഞാനൊരു 10-11 മണി എങ്ങനെയെങ്കിലും ഞാൻ ഉറങ്ങും. ഇപ്പോ ബാംഗ്ലൂർ വന്നതിന് ശേഷം 2 മണിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ വൈബ് നോക്കി പോലല്ല, നമുക്ക് അതിന് പറ്റുന്ന ഒരു ബിസിനസ് നെറ്റ്വർക്ക് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോ അതോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ്, ഓരോരുത്തരും ഡൗട്ട് അടിച്ച് മെസ്സേജ് അയച്ചു. നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങൾ സ്വയം പരിചയപ്പെടും. ഞാൻ ഇരിക്കാം, ഞാൻ ഒരു ഇതൊന്നും സെറ്റ് ചെയ്യട്ടെ. രമേശ് ഒന്ന് ഡീൽ ചെയ്യും. രമേശ് എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ. ഓക്കെ. എൻ്റെ പേര് രമേഷ് എന്നാണ്. ഞാൻ പള്ളിയാണ് ഓഫീസ്, താമസപള്ളി തന്നെയാണ്. വെൽത്ത് മാനേജ്മെന്റ് ആണ് എൻ്റെ ഏരിയ. കമ്പനി എന്ന് പറയുന്നത് ഇൻവൈസ് ഫിൻടെക് എന്ന് പറയും കമ്പനിയുടെ പേര്. നമ്മുടെ സർവീസുകൾ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്സുകൾ വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. പ്രധാനമായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ആയിട്ട് വരിക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇതൊക്കെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം പിന്നീട്. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം പെട്ടെന്ന്. തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിനാണ് വർക്ക് ചെയ്യുന്നത്. കെയർ ഹെൽത്ത് ഇൻഷുറൻസിനാണ്. കെയർ ഹെൽത്ത് ആണ്. ഓക്കെ. കെയർ ഹെൽത്ത്. ഞാൻ 3 വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു, 2019 ജോയിൻ ചെയ്തതാണ്. ഇവിടെ കെയർ ഹെൽത്തിൽ 1 വർഷമായി കെയർ ഹെൽത്തിൽ എത്തി. ശരി. നമുക്കിത് രണ്ടുമുണ്ട്, 2 സർവീസും നമ്മൾ ചെയ്യുന്നു. 2 സർവീസ് ഉണ്ട്. ഓക്കെ. കെയർ ഹെൽത്ത് സ്റ്റാഫ് ആയിട്ടാണോ ഏജൻസി ആണോ? ഏജൻസി സ്റ്റാഫായിട്ട്, ഏജൻസി മാനേജറായിട്ടാണ്. അല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീം, ഏജൻസി ടീമുണ്ട്, അങ്ങനെയും ചെയ്യുന്നുണ്ട്. 2 രീതിയിലും ചെയ്യാം. ശരി. ഓക്കെ. തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും എല്ലാത്തും കണ്ടിട്ടാണ്. 6 മണി കഴിഞ്ഞു അല്ലേ? നമുക്ക് രമേശ്, നമുക്കൊരു പരിചയപ്പെടാനുള്ള ഒരു സെഷൻ നിർബന്ധമായിട്ട് വെക്കണം. അത് ആദ്യം വേണോ അവസാനം വേണോ ഡെയിലി വേണോ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. അത് നിങ്ങളുടെ സജഷൻസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ബിസിനസ്സുകാരൻ, ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നവരോട് പറയാം,
നമ്മൾ എവിടെ അവസരം കിട്ടിയാലും പരിചയപ്പെട്ടോളാം. ഞാൻ എപ്പോഴും ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്റെ പേര് പറഞ്ഞിട്ട്, അത് സ്വന്തം അമ്മയാണെങ്കിൽ കൂടി ഞാൻ വിളിച്ചിട്ട് എന്റെ പേര് പറഞ്ഞ് ഞാൻ തുടങ്ങാറുണ്ട്. അതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവൻ ഒരു കൺഫ്യൂഷൻസ് ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. ബിസിനസ്സുകാർ അങ്ങനെ ഇരിക്കണം. അപ്പുറത്തിരിക്കുന്നവൻ ആരായിക്കോട്ടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എല്ലാവരെയും പരിചയപ്പെടാൻ നമുക്ക് കുറേശ്ശെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അതിനു മുന്നേ ഈ ആദ്യത്തെ ദിവസം തന്നെ ഈ പരിചയപ്പെടൽ ചില സമയത്ത് ഭയങ്കര ബോറുണ്ടാക്കും. ശരിയല്ലേ? ചിലർ ഓരോരുത്തരും ഓരോരോ ശൈലികളായിരിക്കും, നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് എപ്പോഴും നോക്കി തോന്നുന്നു നമുക്ക് അവസാനം വയ്ക്കാം. ഇന്നത്തെ ദിവസം അവസാനം നമുക്ക് അപ്പൊക്കെ ഒന്ന് ഫോറം തികയട്ടെ, ഒന്ന് ചൂടാവട്ടെ സെഷൻ, എല്ലാവരും കൂടി ഒന്ന് ഉഷാറാവട്ടെ അല്ലേ? എന്ത് തോന്നുന്നു? രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു? എത്ര പേര് ഇതിൽ കുളിച്ചു വന്നിട്ടുണ്ട്? അതോ വെറുതെ കിടക്കപ്പായൽ വന്നിട്ട് വീഡിയോ ഇത് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടോ? വളരെ സന്തോഷമാണ് വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ജൂലൈ 21 പ്രത്യേകത എന്താണെന്നറിയോ ആർക്കെങ്കിലും? എനിബഡി ഒരാൾക്കും അറിയില്ല? മനുഷ്യനൊരു ചുവട് വെപ്പ്, മനുഷ്യരാശിക്കൊരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞ ദിവസമാണിന്ന്. ചാന്ദ്രദിനം. ആദ്യമായിട്ട് ഇന്ത്യയല്ല, ലോകം ചന്ദ്രനിലെത്തിയ ദിവസമാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് അല്ലെ, 3 പേര്. ഇന്നും അതിന്റെ പേരിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ? പക്ഷെ ഒരു വലിയ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു വലിയ ചിന്തകളിലേക്ക് എനിക്ക് തോന്നുന്നു എത്രയോ വട്ടം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ എത്തിയത്, ചന്ദ്രനിലെത്തിയത്. അമേരിക്കയും റഷ്യയും കൂടി നല്ല മത്സരം നടക്കുന്ന ആ സമയത്താണ്. ഞാൻ പഠിച്ച കാലത്ത് ഓർമ്മ കേട്ടോ, ഇപ്പൊന്നും അടുത്തൊന്നും റെഫർ ചെയ്തിട്ട് പോലും ഇല്ല. ഇത് ഈ ചാന്ദ്രദിനത്തിന്റെ കാര്യം ഓർക്കുകയാണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം എന്റെ മക്കള് 2 പേര് എനിക്ക് ഓരോ പിക്ചർ അയച്ചു തന്നു. നാട്ടിൽ ഒരു ചിത്രം, അച്ഛൻ നാളെ ചാന്ദ്രദിനമാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രം അയച്ചു തന്നു. അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ എന്റെ ബ്രദർ ഉണ്ട്, ഇതിലും അത് ഓർമ്മിപ്പിച്ചു. സോ നമുക്ക് തുടങ്ങാം. എന്റെ ചോദ്യം നമ്പർ 1, നമ്മൾ എവിടുന്ന് തുടങ്ങണം? അതാണ് എന്റെ കൺഫ്യൂഷൻ. എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എവിടുന്ന് തുടങ്ങണം? നമുക്ക് ലെറ്റ് ഗോ ഫോർ. നമുക്ക് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം, നമുക്ക് കോൺവെർസേഷനിലേക്ക് പോവാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എവിടുന്ന് തുടങ്ങണം? ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ഉപയോഗിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോട് എപ്പോഴും എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ഇങ്ങനെ വെക്കരുത്. നിങ്ങൾ എപ്പോഴും ചിരിച്ച് വെക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. സ്റ്റാൻഡിൽ എപ്പോഴും ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുക. ചിരിച്ചു വെക്കുമ്പോ എന്ത് രസാ. സോണി മോൻ സാർ കാണാൻ എന്ത് രസം അറിയോ ഇപ്പൊ? ഭവ്യ, യെസ്, വെരി ഗുഡ്. ഷാനിദ്, വെരി ഗുഡ്. ഓക്കെ പറയും. എവിടുന്ന് തുടങ്ങണം? രമേശ്, ഞാൻ ഇന്നലെ പറഞ്ഞ നമ്പർ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? 100ൽ എത്ര പേര് വരുന്നുള്ളത് നോക്കിയേ. സെയിം അല്ലേ? 18 പേര്. യെസ്, ഇനി 2 പേര് കൂടി വരും. കണ്ടോ, 2-3 പേര് വരും. അതാണ് 100 പേരുള്ള ഗ്രൂപ്പിൽ നിന്ന് 20 പേര്. അതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അത് കസ്റ്റമറിലും അങ്ങനെ തന്നെയാണ്. 20% ആണ് മാക്സിമം കൺവേർഷൻ പ്രതീക്ഷിക്കാൻ പാടും. അല്ലാണ്ട് 100 വേണമെന്ന് വാശി പിടിക്കാനൊന്നും പാടില്ല. ഇനി ഇത് കേട്ടറിഞ്ഞ് കുറച്ച് പേര് വരും. കണ്ടോ, പറയും. ചില ക്യാപ്റ്റന്മാർ ഇവിടെ വീഡിയോ ഒന്നും ഓഫാക്കാതെ മടിച്ചിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പറയും ലീഡേഴ്സ്. എവിടെ ചോദിച്ചത് എന്തായിരുന്നു? എവിടെ നിന്ന് തുടങ്ങണം പറയും. എവിടെ തുടങ്ങണം? ആരെങ്കിലും ഒന്ന് പറയുക. എന്താ നീ രാവിലെ വന്നിട്ട് കിട്ടാതെ എന്നെ നോക്കിയിരിക്കുന്നത്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. തനീഷ്, ആ ലിങ്ക് ഇന്നലെ 2ാമത് ചെയ്ത ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യും. ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാൻ അയച്ചിട്ടുണ്ട് ലിങ്ക്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യും. യെസ്, പറയും. സംസാരിക്കുക ആരെങ്കിലും. ഷാനിദ് സംസാരിക്കുക. ഷാനിദ് മിണ്ടാതിരിക്കണം, എന്താ ചിരിച്ചോണ്ടിരിക്കും? പറയും. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഇല്ല, ഞാൻ എന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞത്, എന്റെ മനസ്സിൽ എന്റേതായ ഒരു പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് എപ്പോഴും ബി പ്ലാനും സി പ്ലാനും ഡി പ്ലാനും വേണം. ചിലപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്റെ പ്ലാൻ ഒന്നാവും. അതിലൊന്നും സംശയമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ് ആയിരിക്കും. അതായത് ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവർ ഫേസ് ചെയ്യാം.
ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാന്നേ. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അതെടുത്ത് അടിക്കും. ഞാൻ എന്റെ പ്ലാൻ മാറ്റി വെക്കും. അതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന പ്ലാനെ വർക്ക്ഔട്ട് ചെയ്യും. സെയിൽസ് കൂട്ടണം, അതിനുള്ള ഒരു ഇതാണ് ഞാൻ എന്താ പറയുക ഞാൻ തരുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിസിനസിന്റെ മാറ്റം തുടങ്ങുന്നത് ബിസിനസ് ഓണർ എന്നാണ് വിശ്വസിക്കുന്നത്. ബിസിനസ് ഓണറുടെ മാറ്റം തുടങ്ങുന്നത് അവന്റെ സ്വഭാവത്തിൽ നിന്നാണ് വിശ്വസിക്കുന്ന ഒരാൾ. അവന്റെ സ്വഭാവത്തിൽ നിന്ന്, ശീലത്തിൽ നിന്ന് ഒക്കെ തുടങ്ങുന്നതാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതില് സാർ പറഞ്ഞ ആ ഒരു പോയിന്റ് പിടിച്ച് ഞാൻ സാറൊന്ന് മീറ്റിംഗ് അല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ കയറി സംഭവം ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ടായി ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. രാവിലെ എണീക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്താ പറയുക വേറെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കസ്റ്റമറെ ഫേസ് ചെയ്യാൻ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ഷാനിദ്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ബിസിയാണ്. അതായത് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്കിൽ നിന്നാണോ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണോ ഈ രമേഷ് ഭായി പോലെ വെൽത്ത് മാനേജ്മെന്റ് എവിടുന്നെങ്കിലും ഒരു ടീം വിളിച്ചാൽ അപ്പൊ നമ്മൾ പറയും വെറുതെ വീട്ടില് കസേരയിൽ ചെരിഞ്ഞ് കിടക്കാവോ. അതാ കുറച്ചും കൂടെ മനോജേട്ടപ്പടങ്ങനെ കസേര ചെരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു, ചെരിഞ്ഞ് കിടക്കാവോ. അപ്പോഴും നമ്മൾ പറയും നമ്മൾ ബിസിയാണ്. ആ ബിസിനെസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ബിസിനസ് അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഏത് കാര്യത്തിലും ബിസി 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 എന്ന് പറയുകയാണ് നമ്മുടെ സ്വഭാവം. ഈ ബിസി ബിസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇയാൾ ഭയങ്കര ബിസിയാണ്, അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മിണ്ടാതിരിക്കാന്ന് മനസ്സും വിചാരിക്കും. സോ ആക്ഷനിലേക്കുള്ള ഒരു ചടങ്ങും ഒരു ഇൻഫോർമേഷൻ അവിടുന്ന് പാസ് ചെയ്യില്ല. തലച്ചോറ് പാസ് ചെയ്യാതെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യും? അപ്പൊ നമുക്കതിന് ലേസിനെസ് എന്ന് പറയാം, മടിയാവും. ഇപ്പൊ ബിസിനസ് നടക്കാതെ ലേസിനെസ് നടക്കുന്ന ഇതിൽ ഒരുപാട് പേരുണ്ട്. മാറണം. ഷാനിദ് പറഞ്ഞില്ല എനിക്ക് മാറണം. അതിങ്ങനെ മറ്റേ കട്ടപ്പുറത്തിറക്കണ വണ്ടി പോലെയാണ്. ചക്രമൊക്കെ എല്ലാം ഉണ്ടായിരിക്കും, പെട്രോൾ ഉണ്ടായിരിക്കും, ചാവി വെച്ചിരിക്കും, പക്ഷെ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആ ഗിയർ ന്യൂട്രലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മടിയാണ് നമ്മളെ സംബന്ധിച്ചത്. ക്ലച്ചില് കാലം വരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിസിനസ്സുകാരനെ ഏറ്റവും എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ പറയുന്ന മുഴുവൻ ഓൾമോസ്റ്റ് എന്റെ അനുഭവമാണ് കേട്ടോ. കഴിഞ്ഞ 10-18 വർഷത്തെ അനുഭവം ഞാൻ പറയുന്നത്. അതിൽ നിന്ന് പഠിച്ച് അതിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയും, നമ്മളെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവിടെ എന്തേലും പറയാൻ പറ്റും ആർക്കെങ്കിലും? ഈ മടി വരുന്നതിനുള്ള ഒരു കാരണം അത് എവിടുന്നാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രോക്രാസിനേഷൻ. ഈ പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാര്യങ്ങളെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കഥ അറിയോ? പലരും ലിങ്ക് കിട്ടിയില്ല, ലിങ്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് വരുന്നുണ്ട്. ഞാനത് തെറ്റു പറയുന്നൊന്നുമില്ല, കുറ്റം പറയുന്നില്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം, രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന് കാരണം, ഈ ഒരു പ്രശ്നം വരാൻ കാരണം പ്രോക്രാസിനേഷൻ. ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു, ഈ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ അപ്പൊ തന്നെ നോക്കും എത്ര പേര് കണ്ടിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം നോക്കി എത്ര പേര് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര പേര് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, നമുക്കത് കണ്ടിട്ട് നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച കുറച്ച് പേരുണ്ട്. ശരിയാണോ? ഇനി ഇന്നലെ വൈകുന്നേരം 7 മണിയുടെ പ്രോഗ്രാം കണ്ടിട്ട് അത് പിന്നെ നോക്കാം, നാളെ രാവിലെ 6 മണിക്ക് കയറിയാൽ മതി, ഇന്നിപ്പോ എന്ത് പരിപാടി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരുണ്ട്. അവരിന്ന് വന്നിട്ടില്ല. ആ ഗ്രൂപ്പില് ഓരോ പോളുകൾ നടക്കുന്ന സമയത്ത് സെയിൽസ് ആണോ ബിസിനസ് ആണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് മെസ്സേജ് പോള് ചെയ്യണം, ഈ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് പിന്നീട് നോക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു കഥ അറിയോ? എൻ്റെ അടുത്ത് ഏകദേശം 4000-4500 ബിസിനസ്സുകാരുടെ ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസിൽ എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട് ഇന്ന് 6 AM ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇത്തവണ കളിച്ചൊരു കളി ഒരൊറ്റ തവണയെ ഞാൻ അയച്ചിട്ടുണ്ട്. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക്, എൻ്റെ ഗ്യാങ്ങിലുള്ള ആളുകൾക്ക് മാത്രം ഞാൻ 2 വട്ടം അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്. അല്ലാണ്ട് ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്ക് 1 വട്ടം മാത്രമേ അയച്ചിട്ടുണ്ട്. ഈ 1 വട്ടം അയച്ച ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 90% ആളുകൾ ഈ മെസ്സേജ് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട്. പക്ഷെ അവര് പിന്നീട് രജിസ്റ്റർ ചെയ്യാം, പിന്നീട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അവർ മറന്നുപോയിട്ടുണ്ട്. ഞാൻ രണ്ടാമത് സാധാരണ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ വീണ്ടും കയറി വരുന്ന കുറെ പേരുണ്ട് ഗ്രൂപ്പിലേക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഒരൊറ്റ വട്ടം മെസ്സേജ് കണ്ട് അത് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് അതിന് മുകളിൽ പിന്നെ വാട്സപ്പ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞാൻ താഴെ പോലെ. അതോടുകൂടിയിട്ട് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. ഞാൻ പറഞ്ഞത് 100 കണക്കിനല്ല, 10 കണക്കിനല്ല, ആയിരക്കണക്കിന് പേരുണ്ട്. 4500-5000 പേർക്ക് ഈ മെസ്സേജ് എത്തിയിട്ടുണ്ട് 6 AM. നിങ്ങൾക്ക് വന്ന അതേ മെസ്സേജ്.
നിങ്ങൾ ആക്ഷൻ എടുത്തു, അവർ ആക്ഷൻ എടുത്തില്ല. അവർ ചെയ്ത കാര്യം പ്രോക്രാസിനേഷൻ. ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ്സുകാരെ തകർക്കുന്ന ഏറ്റവും വലിയ കാര്യം പ്രോക്രാസിനേഷൻ. ഞാൻ എന്നെ സ്വയം കുറെ തള്ളുട്ടോ. അത് തള്ളണതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, തള്ളാൻ എനിക്ക് നന്നായിട്ട് അറിയാതല്ല. പക്ഷെ ബേസിക്കലി ഞാനത് എന്റെ ജീവിതത്തിൽ എടുത്ത് പറയുമ്പോഴേ പലർക്കും അത് ബോധ്യപ്പെടും. ഒരു ഗുരു എന്ന് പറയുന്ന ആള് ആദ്യം അത് സ്വയം ചെയ്ത് നോക്കണം എന്നാ. മറ്റു മഹാത്മാഗാന്ധിയുടെ കഥ അറിയാലോ അല്ലേ? പഞ്ചസാരയുടെ ഇത് മാറ്റിയത് കൊച്ചിന്റെ അറിയത്തില്ലാത്തതിന് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി. പറഞ്ഞ് ഞാൻ മടുത്തു. ഇവിടെ പലർക്കും രഞ്ജിനൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടോ. എന്റെ സിസ്റ്ററാ, അവള് തിരിച്ചു തുടങ്ങി. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. സിംപിളി നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക. സോ ആദ്യം നിങ്ങളുടെ ശരീരം, അതായത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഒരു മെസ്സേജ് കണ്ട് എനിക്ക് അതിലൂടെ ഗുണമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ചെറുതായിട്ടെങ്കിലും അത് ചെയ്തു വെച്ചിരിക്കും. ഒപ്പം തന്നെ അതിനൊരു ആക്ഷൻ എടുത്തിരിക്കും. മേ ബി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഒരു പരസ്യം കണ്ടാൽ എനിക്ക് ആവശ്യമുള്ള പരസ്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാനത് അപ്പൊ തന്നെ ആക്ഷൻ എടുത്തിരിക്കും. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളെ ഉണ്ടാവാം, ദോഷങ്ങൾ ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് കൊടുക്കാതെ പോയ പ്രണയലേഖനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പ്രണയമുണ്ട്. പറയാതെ പോയ പരിഭവങ്ങൾ എന്നൊക്കെ പണ്ട പാട്ടില്ല. പറയാതെ പരിഭവമല്ല, പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞേക്കണം. അത് പ്രണയമാണെങ്കിലും അതെ, വേറെ എന്തു തന്നെയാണെങ്കിലും അതെ. ഓക്കെ, ബാക്കി കുറെ കഥയിലേക്കൊന്നും പോകുന്നില്ല. നമുക്കിന്ന് സംസാരിക്കാം. എന്താണ് നിങ്ങൾ ആക്ച്വലി, എനിക്ക് ഓരോരുത്തരും ഇവിടെ സംസാരിക്കണം. അപ്പൊ എത്ര പേര് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്? ഓൾമോസ്റ്റ് 28 പേര്, ഞാനടക്കം 29 പേര് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എന്താണ് ഈ 6 AM എന്ന് എക്സ്പെക്ട് ചെയ്തത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 6:15, നമുക്കൊരു 6:25 വരെ മാക്സിമം പോകാം. അത് കേട്ട് നമുക്കിന്നൊരു വലിയ ടോപ്പിക് തുടങ്ങാം. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് പേര് പറയുക, നിങ്ങൾ എന്ത് ഇൻഡസ്ട്രിയാണെന്ന് പറയുക, എന്താണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. വിശദമായിട്ട് നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ പരിചയപ്പെടുത്തായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി പറയും. നമുക്ക് അഭിരാമം തുടങ്ങാം. അഭിരാം, എന്താണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലാണ്. 3 വർഷമായിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ നമുക്ക് അതിൽ വരുന്നത് ടീം, ഇപ്പം ഇന്നലെ നമ്മളെ പോളിംഗ് സാർ പറഞ്ഞു ടീം മാനേജ്മെന്റ് ആണ് കൂടുതൽ വന്നത്. അപ്പൊ നമുക്ക് ടീം മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഒരു അഡ്വൈസേഴ്സിന്, ഇപ്പം ഏത് ബിസിനസ്സിലുള്ള പോലെ നമുക്ക് ഇൻഷുറൻസ് ബിസിനസ്സിലെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ അഡ്വൈസേഴ്സ് ആണ്, ഏജൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് വരുന്നത് അവരെ റിക്രൂട്ട്മെന്റ്, ട്രെയിൻ ചെയ്യുക, അവരെ ബിസിനസ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക. സെക്കൻഡ് തിങ്, മെയിൻ എല്ലാ ബിസിനസ്സിനും പോലെ സെയിൽസ് ആണ് വരുന്നത്. നമുക്ക് ഇൻഷുറൻസ് സെയിൽസ് ആണ്. ഇപ്പൊ അവരെ കൊണ്ട് സെയിൽസ് നടക്കണം. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് സെയിൽസ്, അപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഏതൊരു ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ ഇൻഷുറൻസ് സെയിൽസും ഈ അഡ്വൈസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ്, അവരുടെ ട്രെയിനിങ്, അതുപോലെ തന്നെ അവരുടെ മാനേജ്മെന്റും. അപ്പം ഇവിടെ വേണ്ടി നമുക്കും, ഞാനും ഇവിടെ പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നത് മെയിനായിട്ട് ഒരു ബിസിനസ് ഡെവലപ്മെന്റും അതുപോലെ ടീം ഡെവലപ്മെന്റ്, ടീം മാനേജ്മെന്റ് എന്നിങ്ങനെ ടോപ്പിക്സിലാണ് സാർ. ഞാൻ ഇടപെടുകയാണ്, മറ്റേ ന്യൂസ് റീഡറിൽ പറഞ്ഞ പോലെ ഞാൻ ഇടപെടുകയാണ്. ഞാൻ സമയമില്ലാതെ ഒരുപാട് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടോ എല്ലാവരും. ഫസ്റ്റ് ഇടയില്ലേ ഷാനിദ് പറയൂ. ഷാനിദ് സംസാരിക്കും. ഞാൻ എന്റെ വീഡിയോകളിലനുസരിച്ചിട്ടാട്ടോ വിളിക്കുന്നത്. പറഞ്ഞു. ഞാൻ പിന്നെ താമരശ്ശേരിയാണ്, അതായത് കോഴിക്കോട്. അറിയാം. പിന്നെ എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് പിന്നെ ക്ലിനിക് പ്രൊഡക്ട്സ് മാർക്കറ്റ് സെയിൽ ചെയ്യാം. ഓൺ ബ്രാൻഡ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ കുറച്ച് സാധന ഐറ്റംസ് വേറെ ചെയ്യുന്നു. ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ അപ്പ് ചെയ്യാൻ, സെയിൽസ് കൂട്ടുക എന്നുള്ള, അതാണ് മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നത്. രമേശ്, ഞാൻ എന്തായാലും ഇൻട്രൊഡ്യൂസ്, കുറച്ചുപേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും വെൽത്ത് മാനേജ്മെന്റ് ആണ് നമ്മള്. സർവീസസ് വരുന്നത് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സ്കീംസുകൾ ഉണ്ട്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഒരു പേഴ്സണലൈസ്ഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവില്. ഇവിടെ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത് പ്രധാനമായിട്ട്. കാരണം ഈ ഹാബിറ്റ്സ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ബിസിനസ്സിൽ വ്യത്യാസങ്ങൾ വരും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരും. അപ്പൊ പ്രധാനമായിട്ട് ഇതെല്ലാം ഈ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ്
ഇവിടെ വന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. താങ്ക് യു. നബുൽ പ്ലീസ്. എൻ്റെ പേര് നബുൽ. ഞാൻ എറണാകുളത്തു നിന്നാണ്. എനിക്കൊരു ഫുഡ്വെയർ ഷോപ്പാണ്. ഒരു 9 കൊല്ലമായി റീറ്റെയിൽ ഫുഡ്വെയർ ഷോപ്പാണ്. എനിക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് സെയില് കൂട്ടുക. ഒന്ന് ഈ സാറ് പറഞ്ഞ പോലെ കുറച്ച് മടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റുക. എന്റെ മൈൻഡ് സെറ്റ് കുറെ മാറ്റുക. കാരണം സെയിൽ പറയുമ്പോൾ നമുക്ക് കുറെ ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ നമുക്ക് പരിചയപ്പെടാൻ ഞാൻ വീണ്ടും പോവാം. ഭവ്യ, can you talk? ഭവ്യ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഭവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഒരു ക്ലീനിങ് കമ്പനിയാണ്. അപ്പോൾ മെയിനായിട്ട് ഒരു പ്രശ്നം, സെയിൽസ് കുറവാണ്. ബ്രേക്ക് ഈവൻ നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സാറിൻ്റെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബിസിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഞാൻ തുറക്കാം. താങ്ക് യു സർ. രാഹുൽ ഒന്ന് സംസാരിച്ചു. രാഹുൽ വാര്യർ. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എന്റെ ക്യാമറ ഓണായില്ലേ? വന്നില്ലേ? ഞാൻ കോഴിക്കോട് കുന്നമംഗലം എന്ന സ്ഥലത്താണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ ആള് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെൽനസ് ഇൻഡസ്ട്രിയാണ്, അതായത് മരുന്നിന്റെ ആണ്, ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ് ചെയ്യുന്നത്, ഷോപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരാൻ കാരണം വെച്ചാൽ നമുക്ക് ബിസിനസ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാന്നുള്ള ഒരു ഇതിലാണ് വന്നത്. സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഞാൻ ഈ ജൂനിയർ ചാമ്പറിന്റെ ഒക്കെ JCIന്റെ ഒക്കെ ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രെയിനിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യും. അത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ഗുണമാണ്, ബിസിനസ്സിലേക്ക് ഗുണമാണ്. നമ്മൾ ഓൾറെഡി ബിസിനസ്സിലാണല്ലോ, കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. മുനീർജി പറയൂ. മുനീർജി രാവിലെ സുന്ദരനായിട്ട് വന്നിട്ടിരിപ്പുണ്ട്, പറ. ഗുഡ് മോർണിംഗ് ഓൾ. ഹലോ, കേൾക്കാമോ? ഓക്കെ. ഞാൻ മലപ്പുറം മഞ്ചേരിയാണ്. എനിക്ക് മെയിനായിട്ട് വേണ്ട സെയിൽസ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഞാനൊരു കരിയർ കോച്ചാണ്. ഓക്കെ, താങ്ക് യു. അമ്പിളി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ അമ്പിളി പ്രമോദ്, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ആലുവയിലാണ് താമസം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പാൻ ഇന്ത്യ നമ്പർ 1 അഡ്വൈസർ ആകണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പോ പിന്നെ അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തുന്നില്ല, കുറച്ചൊരു ബ്രേക്ക് വന്നതിന് ശേഷം. അപ്പൊ എനിക്ക് മാക്സിമം അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അതിന് വേണ്ട ടിപ്സും കാര്യങ്ങളും സാറിൽ നിന്നും എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന്റെ ഒക്കെ കോൺട്രാക്ട് മേഖലയിലാണ്. നമ്മുടെ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചെറിയ റിനോവേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമസ്കാരം. എന്റെ പേര് മനോജ്. ഞാന് തൃശ്ശൂരാണ് സ്ഥലം. നമ്മള് ചക്ക, അതുപോലെ കായ, അതിന്റെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാണ്. ഞാനിതിൽ വന്നിട്ടുള്ളത് ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്കൊന്നുകൂടി ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. ഞാന് നിസാമുദ്ദീൻ, കോമ്പസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അബ്രോഡ് എഡ്യൂക്കേഷൻ ആണ്. മോർ ദാൻ 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കിപ്പോ പൊതുവെ എല്ലാ കൺട്രീസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ഞാനിത് ജോയിൻ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാം എന്നുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ഒന്ന് വരുത്തണം എന്നുള്ള ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ എണീക്കാൻ നല്ല മടിയുള്ള ഒരാളാണ്.
എഴുന്നേൽപ്പിച്ചിരിക്കും. അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ ഇതൊരു ഒപ്പിക്കുന്നുണ്ട്. നല്ല തുടക്കമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് ജോർജ് ഇരിപ്പുണ്ട് കേട്ടോ. പിങ്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് പിങ്കി. ഞാൻ കോട്ടയത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ബിസിനസ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ അബ്രോഡ് എഡ്യൂക്കേഷനിലും പിന്നെ ഇമിഗ്രേഷനിലുമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ല. ബിസിനസ് എന്താണ്, ബിസിനസ് പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, അതിൻ്റെ പല പല ഘടകങ്ങൾ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ അറിയാനാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. താങ്ക് യു. വെൽക്കം വെൽക്കം. സനീഷ് എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ഇന്നലെ പറ. ഞാന് ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക സനീഷ് അലോപ്പതി മെഡിസിന്റെ മാർക്കറ്റിംഗ് ആണ്. ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക, എനിക്ക് ബേസ് ഉണ്ട്, ആ ബേസ് അടുത്ത ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് സാറേ. അതിന് മെന്റലി ഞാൻ മാറണമെന്ന് എനിക്ക് തോന്നി. അതിന് ഇത് സഹായമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ജോയിൻ ചെയ്തു. രാമചന്ദ്രൻ. നമസ്കാരം സർ. നമസ്കാരം. രാമചന്ദ്രൻ. സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് മേഖലയാണ് ശരിക്കും. നമ്മളെ ആ ഏരിയ ഏതാണ് ഇല്ലാത്ത സാധനമാണത്. ബാക്കി എല്ലാം ഉണ്ടാവുക ഉണ്ടായില്ല. ഞാനൊരു കാര്യം പറയട്ടെ, തോന്നുക മാത്രമാണ്. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റുകൾ മാറാണ്. ഗോലി സോഡ എന്ന് പറയുന്ന പാൻ ഇന്ത്യ അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഡ മാർക്കറ്റ് ഈസ് ഗ്രോയിങ് അഗെയിൻ. എനിക്കറിയാം, പണ്ട് ചാരായം വിൽക്കുന്ന കാലത്ത് മാത്രമേ സോഡയ്ക്ക് കച്ചവടം ഉണ്ടായിരുന്നു. കച്ചവടം കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്. ഗോലി സോഡ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ചെയ്തയാളാണ് ഞാൻ. ഒരുപാട് ബിസിനസ് മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ സംസാരിക്കാം. പറയും. ഓക്കെ. അതെ, കുറച്ചുകൂടെ ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ നിരന്തരം പങ്കെടുക്കാറുണ്ട്, കിട്ടുന്ന ചാൻസുകൾ ഉപയോഗിക്കാറുണ്ട്. തോന്നി. താങ്ക് യു. വെരി ഗുഡ്, താങ്ക് യു. മെൽബിൻ. കേൾക്കുന്നുണ്ടോ? നെറ്റിന് നല്ല പ്രശ്നമുണ്ട്, താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ അടുത്ത ആളിലേക്ക് പോകും. നെറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കും. ജീവൻ സാറേ, എന്താണ് ഇപ്പൊ വന്നുള്ളത്? അതുകൊണ്ട് ചോദിക്കുക, എന്താണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതാണ് ചോദ്യം. താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം, എന്നാലും മറ്റുള്ളവരുടെ അറിയാം. മ്യൂട്ടാൻ. എനിക്കൊരു എനർജി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, ഓടി തളർന്നിരിക്കുമ്പോ ഒരു എനർജി ഉണ്ടാവില്ലേ, എനർജിയൊക്കെ പോയിട്ടിരിക്കില്ലേ, ഒരു എനർജിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി. രഞ്ജിനി. ഗുഡ് മോർണിംഗ്. ഞാന് ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് റീറ്റെയിൽ ആയിട്ടല്ല, ക്ലോത്ത് എടുത്തിട്ട് എനിക്കിഷ്ടമുള്ള പോലെ തയ്ച്ചിട്ട് അതിന്റെ വേറെ ഇഷ്ടമുള്ളവർക്ക് സൈസ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്തു കൊടുക്കാണ്. കോയമ്പത്തൂരാണ്. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ഇൻസ്പിറേഷൻ വരാറുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ടിപ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഞാൻ ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ ഇതിൽ ഇറങ്ങിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ഷാനിദ രമേശ്, എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയും? ഇതേ ഇരിക്കുന്നത്, അവൾ എന്റെ സിസ്റ്ററാണ്, എന്റെ ചേച്ചിയാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം. നമുക്ക് കുടുംബത്തിന് വലിയ ആക്സെപ്റ്റൻസ് ഒന്നും കിട്ടാത്ത സമയത്ത് ഇമാതിരി പരിപാടിയൊക്കെ തുടങ്ങി ഇവരൊക്കെ വന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. ഓക്കെ, എന്റെ ബ്രദർ ഇവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ഉള്ളവരെ എല്ലാം വിളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും വീഡിയോ ഇല്ലാത്തവരെ ഞാൻ അധികം കൂടുതൽ ജിൻസ് പറയും. വീഡിയോ ഓൺ ആയാൽ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. എന്റെ സ്വഭാവം അതാണ്. ജിൻസ് പറയും. ജിൻസ് ലീഡറാണ്, വീഡിയോ ഓഫ് ആക്കി മിണ്ടാതിരിക്കുക. പറയും. സാർ വീഡിയോ ഓഫ് ആക്കിയത് വേറെ ഒന്നുമല്ല, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ പറയും. ശരി സാർ, എന്റെ പേര് ജിൻസ് എന്നാണ്. ഞാൻ കോതമംഗലമാണ് സ്ഥലം. ഞാൻ ഏജ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം റൺ ചെയ്യുന്നു. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്. ശരി, ഓക്കെ. എന്ത് പ്രതീക്ഷിക്കുന്നു? താങ്ക് യു സാർ. എന്ത് പ്രതീക്ഷിക്കുന്നു സാർ? ബിസിനസ്സിലേക്ക് വേണ്ട കുറച്ച് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. അതിന് ഇപ്പോൾ ഒരു സൈഡാണ് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരെ വെച്ചിട്ട് ഉള്ള ഫങ്ഷൻസ് എങ്ങനെ മാനേജ് ചെയ്ത് പോകാമെന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സാർ, എന്റെ പേര് കമറു. ഞാന് ഫാർമ മാർക്കറ്റിംഗ് ചെറിയൊരു കമ്പനിയാണ്.
പിന്നെ ക്ലാസ്സിന്റെ ഉദ്ദേശം ഒന്ന് മോട്ടിവേറ്റ് ആവുക എന്നുള്ളത്. ഇനി ഇവിടെ വീഡിയോ ഓൺ ആക്കാതിരിക്കുന്ന ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഇപ്പൊ സംസാരിക്കാം. ഹലോ സാർ, മെൽബിൻ ആണ്. ഞാൻ മെൽബിൻ പറഞ്ഞു. ഹലോ സാർ, എന്റെ പേര് മെൽബിൻ ആന്റണി. ഞാൻ എറണാകുളം കലൂരിൽ നിന്നാണ്. ഞാനൊരു 3-4 വർഷമായിട്ട് ടാലന്റ് ഇൻഷുറൻസ് ജോബ് കൺസൾട്ടൻസി റൺ ചെയ്യാണ്. ഇതിലിപ്പോ ഇവിടെ വന്നേക്കുന്നത് സെയിൽസ് കൂട്ടാനും ക്യാഷ് ഫ്ലോ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ കാലത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് അതും കൂടി. ഓക്കെ, താങ്ക് യു ഓൾ. സി ആക്ച്വലി നമ്മളിപ്പോ 6:30 ഉണ്ടായി. നമ്മൾ 10 മിനിറ്റ് പറഞ്ഞിട്ട് അത് 15-20 മിനിറ്റിലേക്ക് പോയി. അതെങ്ങനെയാണ്? സമയം നമ്മൾ വിചാരിച്ചോട്ട് നിൽക്കില്ല. നമ്മൾ ആരും ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല, ഇഷ്ടംപോലെ സംസാരിച്ചിട്ടില്ല, ഇനഫായി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് സമയത്തിന്റെ പ്രശ്നം. സോ ഇതുകൊണ്ടാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത് ബിസിനെസ് എന്ന് പറയുന്നത്. ബിസിനസ് അല്ല, ബിസിനെസ്. ബിസി മാത്രം, തിരക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ തുടങ്ങാം. നമുക്ക് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിയിൽ വന്ന മാറ്റത്തിനെ കുറിച്ച് പറയാം. ഞാൻ ആക്ച്വലി വെറും ഒരു കൺസൾട്ടന്റ് മാത്രമായിരുന്നു, ഒരു ഫ്രീലാൻസ് കൺസൾട്ടന്റ്. ഒരു കൊറോണ സമയത്ത് ഡിപ്രഷനൊക്കെ പിടിച്ച്, അതിന് മുന്നേ കുറെ കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന, എന്നാൽ കൊറോണ സമയത്ത് കുറെ ഡിപ്രഷനൊക്കെ പിടിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്ന ഒരു കാലത്ത് എന്താ പറയാ, ഇതുപോലെ ഒരു സെയിൽസ് ക്ലാസ്സിന്, ഇതുപോലെ രാവിലെ 5 മണിക്കുള്ള ഒരു സെയിൽസ് ക്ലാസ്സിന് ഇന്ന് നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന അനിൽ ബാലചന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നൊരു വലിയ മാറ്റം എന്ന് ഞാൻ പറയാം. അത് ബേസിക്കലി നമുക്ക് എപ്പോഴും നമുക്കൊരു ഫസ്റ്റ് ഗിയർ ഇടേണ്ട പ്രോസസ് ഉണ്ട്. നമ്മളെല്ലാം ന്യൂട്രലിൽ ഇങ്ങനെ അഴകുഴഞ്ഞ് കിടക്കണം. ന്യൂട്രലിന്റെ പ്രത്യേകത എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ എങ്ങോട്ട് പോകും? നമ്മള് ഒരു ഫസ്റ്റ് ഗിയർ ഇടേണ്ട അവസ്ഥ ഉണ്ട്. ഫസ്റ്റ് ഗിയർ ഒരു വലിയ ഹാർഡായിട്ടുള്ള ചടങ്ങ്. വണ്ടി ഓടിക്കാനും ഫസ്റ്റ് ഗിയർ ഇടാനും, ചില പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഗിയർ. പിന്നെ അതിൽ നിന്ന് ഒന്ന് ഫസ്റ്റ് സെക്കൻഡിലേക്ക് ഇടുക എന്ന് പറയുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോ എനിക്ക് വന്ന വലിയ മാറ്റം, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിൽ വലിയ വന്ന മാറ്റം, എന്റെ ഇൻകത്തിൽ വന്ന വലിയ മാറ്റം എന്റെ മാറ്റമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഞാൻ എന്റെ രീതികള്, എന്റെ സ്വഭാവങ്ങള്, എന്റെ ചിന്തകള്, എന്റെ പ്ലാനുകള് എല്ലാം കുറേശ്ശെ മാറ്റി തുടങ്ങി. ഡെഫിനറ്റ്ലി നമ്മുടെ മെന്റർ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്റെ ജീവിതം കൊണ്ട് നിങ്ങളെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും കാണിച്ചു തരണമെന്ന് വിശ്വസിക്കുന്ന, അതുപോലെ കുറച്ച് പേർക്കെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 AM ക്ലബ് എന്ന് പറയുന്നത് 21 ദിവസം, ഞാൻ ഒന്നും കൂടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയും, 21 ദിവസം, അടുത്ത 21 ദിവസം എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വെക്കണം വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സ്വഭാവവും നമ്മുടെ സ്വഭാവമായിട്ട്, ഏതൊരു കാര്യവും നമ്മുടെ സ്വഭാവമായിട്ട് മാറാൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 21 ദിവസം ആ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിക്കണമെങ്കിൽ മിനിമം 66 days to 75 days വേണം, നിർബന്ധമായിട്ട് വേണം. അതായത് 3 ആഴ്ചക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യം, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കലാണെങ്കിൽ 3 ആഴ്ചക്കാലം നിങ്ങൾ കൃത്യമായിട്ട് എഴുന്നേൽക്കണം. നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ 3 ആഴ്ചക്കാലം കണ്ടിന്യൂസ് നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു ബിസിനസ്സിൽ ഒരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആ ആക്ടിവിറ്റി നിങ്ങൾ കണ്ടിന്യൂസ്ലി 3 ആഴ്ചക്കാലം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് എന്തുകൊണ്ടാണ്? ഇതിലിരിക്കുന്നവർ മിക്കവാറും ബിസിനസ്സുകാരാണ്, കുറച്ച് പേര് മാത്രം ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിന് മാത്രമേ ഇവിടെ ചലഞ്ചസുകളെ, അതുപോലെ പ്രശ്നങ്ങളെ, ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് മാത്രം മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ പറയുക, നിങ്ങൾ ഏത് വലിയ ബിസിനസ്സുകാരെ, ഏത് ചെറിയ ബിസിനസ്സുകാരെടുത്തു, അവരുടെ മനസ്സാണ് അവരുടെ ബിസിനസ്. സോ എനിക്ക് ഇന്ന് പറയാനുള്ളത്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ വെച്ചത് ക്യാപ്റ്റൻസ് മൈൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്യാപ്റ്റൻ ആരാണ്? ഒരു കപ്പലിന്റെ കപ്പിത്താൻ ആരാണ്? അവൻ കപ്പലെടുത്തിട്ട് കടലിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന കടലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങാൻ സാധിക്കും? ഒരിക്കലും പറ്റില്ല. കൃത്യം സമയത്ത്, വിചാരിച്ച സമയത്ത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പോകാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്. കാരണം കടലിന്റെ സ്വഭാവം എപ്പോഴും ആവാം, പ്രക്ഷുബ്ധമാവാം. കടല് കാറ്റടിക്കാം, ചുഴലിക്കാറ്റുണ്ടാവാം, ഐസ്ബേർഗ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ വളരെ ശാന്തമായിട്ട് ഒഴുകാം. ഈ വരുന്ന സിറ്റുവേഷൻസിനെ എല്ലാം
ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഉറപ്പോട് കൂടി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വ്യക്തമായ തീരുമാനത്തോടെ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് കൊണ്ടുപോയി ആ കൃത്യമായിട്ട് ആ കപ്പലിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നവരാണ് ക്യാപ്റ്റൻ. ആം ഐ റൈറ്റ്? ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ക്യാപ്റ്റന്റെ മനസ്സൊന്ന് പടച്ചാൽ, കടലിൽ ചുഴലിക്കാറ്റ് വരുന്നു, കടലിൽ ശക്തമായിട്ടുള്ള തിരമാലകളുടെ ആക്രമണം, ക്യാപ്റ്റന്റെ മനസ്സൊന്ന് പിടിച്ചാൽ ആയിരക്കണക്കിന് ജീവനുകൾ, അല്ല കാർഗോ കപ്പലാണെങ്കിൽ 10,000-കണക്കിന് കാർഗോ കണ്ടെയ്നേഴ്സുകൾ, എത്രയോ ആളുകളുടെ ബിസിനസ് സ്വപ്നങ്ങൾ കടലിൽ മുങ്ങിപ്പോകും. ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളുടെ മനസ്സ് മാത്രമാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങുമെന്ന അവസാനത്തിലാണ് ക്യാപ്റ്റൻ അദ്ദേഹവും ഒപ്പം മുങ്ങുകയാണ്. ശരിയാണോ? ഒരു ബിസിനസ് അങ്ങനെയായിരിക്കും. ബിസിനസിന്റെ ക്യാപ്റ്റൻ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഈ പ്രോഗ്രാം അടുത്ത 21 ദിവസം നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ്. നിങ്ങളുടെ മനസ്സിന് എപ്പോഴാണ് ശക്തി ഉണ്ടാകും? നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് അറിയും. ഏത് സാഹചര്യത്തിലും പൊരുതാൻ വേണ്ട ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്ന് അറിയും. ഏത് സാഹചര്യവും വരുന്നത്, ചുഴലിക്കാറ്റ് വരുന്നുണ്ട്, എൻ്റെ അടുത്ത് നിനക്കെതിരെയുള്ള പണി ഉണ്ടടാ എന്ന് പറയാനുള്ള മെന്റാലിറ്റി, അത് ശക്തി, ധൈര്യം, കറേജ് നമ്മുടെ ക്ലാസ് ഉണ്ടാവും. വരുന്ന സിറ്റുവേഷൻസ് എന്തായിരിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏത് കാര്യത്തിനും നമ്മൾ മുന്നിട്ടിറങ്ങി മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുണ്ടെന്ന ശക്തിയുള്ള സമയം. ബാഹുബലി സിനിമയിൽ പ്രഭാസ് ഏറ്റവും അവസാനം നിന്നിട്ടാണ് പൊരുതിയിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കില്ല. ശരിയാണോ? ആ യുദ്ധം അദ്ദേഹം വിജയിക്കില്ല. മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ്. ഏതൊരു കപ്പിത്താനും ഏതൊരു സിഇഒയും ഏതൊരു ക്യാപ്റ്റനും, MS ധോണി ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന എന്താണ്? മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ്. കൂളായി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചേ പറ്റുള്ളൂ. എന്റെ സ്റ്റാഫ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തോട്ടെ, ഞാൻ ഇവിടെ മാറി നിന്നോളാം എന്ന് പറയുന്ന ഒരു സിഇഒയുടെ കമ്പനിയും ഈ ലോകത്തിൽ വിജയിച്ചിട്ടില്ല. സ്റ്റാഫ് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി കൊടുത്ത് തന്റെ പ്ലാനിനനുസരിച്ചിട്ട് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കെൽപ്പുള്ളവൻ യഥാർത്ഥ സിഇഒ. അല്ലെങ്കിൽ സോറി, ഇവിടുത്തെ ബിസിനസ് തകരാൻ കാരണം എന്താണെന്നറിയും? ഒരു ഡൗൺ കാണുന്ന സമയത്ത് എല്ലാം വലിച്ചെറിഞ്ഞ് വേറെ പണിക്ക് പോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ, ഒരു സിഇഒക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവുമ്പോൾ തോൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പൊരുതണം. കഴിഞ്ഞ ദിവസം ഞാൻ ജോയാലുക്കാസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ജോയാലുക്കാസിന്റെ ഇന്റർവ്യൂവിൽ 2 കാര്യങ്ങളാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായത്. ഒന്ന്, അദ്ദേഹം ടീമിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, ഞാൻ നല്ല ശമ്പളം കൊടുക്കും, നല്ല ട്രെയിനിങ് കൊടുക്കും, നല്ല സ്നേഹവും കൊടുക്കും, അവര് കച്ചവടം. 2, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, എല്ലാ സ്ഥലത്തും ബിസിനസ് വിജയിക്കണമെന്നില്ല. ഒരു സ്ഥലത്ത് പോയി ബിസിനസ് തുടങ്ങി ഒരു 2 വർഷക്കാലം ഞാൻ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും, കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ്. എന്നിട്ടും അത് തോൽക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അത് ക്ലോസ് ചെയ്യും. പിന്നെ അതിൽ വികാരം, ഇമോഷൻസ് ഒന്നുമില്ല. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്, എന്റെ അച്ഛന്റെ കാലത്തൊട്ട് തുടങ്ങിയ ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് റൺ ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ബിസിനസ് കൊണ്ടു നടക്കുന്ന പല ആളുകൾ ഇവിടെ. പണ്ട് ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അന്ന് എൻ്റെ അടുത്ത് BMW കാർ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അടുത്ത് കയ്യിൽ കാശില്ല, കടം മേടിച്ചിട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ BMW കാറിനെ നിലനിർത്തിയേ പറ്റൂ, സ്റ്റാറ്റസ് കീപ്പ് ചെയ്തേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ. ബിസിനസ് എവിടുന്ന് ചെയ്തു തുടങ്ങണം എന്ന് അറിയാത്ത ആൾക്കാർ. ഞാൻ തന്നെ മറ്റേ ക്യാപ്റ്റൻ രാജ് കളിക്കുന്ന, CID മൂസയിലെ ക്യാപ്റ്റൻ രാജ് കളിക്കുന്ന, ഞാൻ തന്നെ ചായ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ചായ ഗ്ലാസ് കഴിയിക്കുന്നു, ഞാൻ തന്നെ അപ്പുറത്ത് പോയിട്ട് അത് ഞാൻ തന്നെ ചെയ്യും, ഇത് ഞാൻ തന്നെ ചെയ്യും എന്ന് പറയുന്ന അതുപോലത്തെ CEOs ഉണ്ട്. CEO അതല്ല. ഒരു CEO എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്ന ആൾ. അവന്റെ കമ്പനിയുടെ ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്കുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്ന ആളാണ്. മാപ്പ് ഓണാക്കി കൊടുത്തിട്ട് അത് സ്റ്റാഫിന്റെ അടുത്ത് കൊടുക്കുന്ന ആളാണ് CEO. നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് റൈറ്റ്, ടേക്ക് ലെഫ്റ്റ്, റെഡ് കളർ, ഓറഞ്ച് കളർ, ബ്ലൂ കളർ, അല്ലെ? തിരക്കുണ്ട്, സ്ലൈറ്റ് ആയിട്ടുള്ള തിരക്കേ ഉള്ളൂ, ഒഴിഞ്ഞ റോഡാണ്.
വലതുവശത്തേക്ക് എടുക്കുക. എവിടെയെങ്കിലും റോഡ് നമ്മൾ എടുക്കുമ്പോൾ തെറ്റുമ്പോൾ ടേക്ക് യു ടേൺ, അല്ലെങ്കിൽ നേരെ പോയി അവിടുന്ന് റൈറ്റ് ടേൺ എടുക്കുക എന്ന് പറയുന്ന ഒരു ലേഡി ഇല്ലേ, ആ ലേഡിയുടെ റോളാണ് നിങ്ങൾ പരിപാടി ഫിക്സ് ചെയ്ത്, മാപ്പ് ഫിക്സ് ചെയ്ത്, ഡയറക്ഷൻ ഫിക്സ് ചെയ്ത് സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കുക. അതിൽ നിങ്ങൾ രേഖപ്പെടുത്തും റെഡ് ആണോ, യെല്ലോ ആണോ, ബ്ലൂ ആണോ, ഇന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുക്കണം, ഇന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇത് ആര് രേഖപ്പെടുത്തും? നിങ്ങൾ രേഖപ്പെടുത്തും. അതാണ് സിഇഒ. എനിക്ക് സിഇഒനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഇന്ന് ആക്ച്വലി സംസാരിക്കാൻ ഉദ്ദേശിച്ചത് സിഇഒയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, സിഇഒ എന്താവണം, എങ്ങനെയാവണം ഒക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അവന്റെ മനസ്സ് അത് ഉറപ്പിക്കണ്ടേ? മനസ്സിലല്ലേ കളി കിടക്കുന്നത്. രാവിലെ 6 മണിക്ക് എഴുന്നേക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, 6 മണിക്ക് എഴുന്നേക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. അത് തോന്നിക്കഴിഞ്ഞാൽ അത് ആക്ഷൻ ആക്കാനാണ് ബുദ്ധിമുട്ട്. തോന്നൽ ഉണ്ടാവട്ടെ. വെറുതെ 7 മണിക്ക് 6 മണിക്ക് എഴുന്നേക്കൂ. 6 മണിക്ക് ചുമ്മാ കിടന്നുറങ്ങുമ്പോൾ 6 മണിക്ക് പെട്ടെന്ന് ഉണർന്നിട്ട് അതിനെ ഞെട്ടി ഉണരുന്ന പറയുക അല്ലേ? മറിച്ച് നമ്മൾ തീരുമാനിക്കുകയാണ് 6 മണിക്ക് എഴുന്നേക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നലുണ്ടാവുമ്പോൾ നമ്മൾ എഴുന്നേക്കും. അതെന്താണ്? നമ്മുടെ ഹാബിറ്റാണ്. അതേപോലെ തന്നെയാണ് സിഇഒ ആദ്യം ചെയ്യേണ്ടത് അവന്റെ മൈൻഡ് സെറ്റിനെ, ആക്ഷൻ അവിടെ നിൽക്കട്ടെ, മൈൻഡ് സെറ്റിനെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന 100 പേരിൽ എന്തുകൊണ്ട് 31 പേര് മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും? നമ്മുടെ ഗ്രൂപ്പിൽ 100-102 പേര് ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് നമ്മൾ 31 പേര് മാത്രം ജോയിൻ ചെയ്യും? എത്രയോ പേര് ഇത് ഫ്രീ പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാതിരിക്കും. എത്രയോ പേര് അവനവന്റെ ചെറിയ 6 മണിക്കല്ലേ, എനിക്ക് 6:10 എന്റെ വീട്ടിലെ പാൽക്കാരൻ വരും, ആ പാലൊന്ന് മേടിച്ചു വെക്കണം, അതുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഒരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുക. അതാണ് നമ്മുടെ സൊല്യൂഷൻ. എന്റെ പോളിസി ഇതാണ്. ഇവിടെ വരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്തതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ തന്നെ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം എന്താണെന്നറിയും? സിഇഒസ് ഡിസീസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഡിസീസ്, രോഗം. മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കരോൾ ടെക്കിന്റെ ഒരു ബുക്കില് പറയുന്നൊരു സിഇഒസ് ഡിസീസ് മൈൻഡ് സെറ്റ്. എന്താ സിഇഒ ഡിസീസ് മൈൻഡ് സെറ്റ്? നമ്മളൊരു കാര്യം, ഉദാഹരണമായിട്ട് പറയുകയാണ്, ഞാൻ ആക്ച്വലി ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു സെയിൽസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. താങ്കൾ വരണമെന്ന് പറഞ്ഞു. ഓ, ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്തിട്ട് എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മോട്ടിവേഷന്റെ ഒക്കെ ആവശ്യം എന്താ? അതൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങ് തീരുമാനിക്കും. അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, കസ്റ്റമറുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റാഫ് ഇങ്ങനെ പെരുമാറും, ഇത് വഴി എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്കറിയാം. ഇതിന്റെ ഒന്നും ഒരു മാറ്റം, ഒരാവശ്യമില്ല. നിങ്ങൾ വെറുതെ, നിങ്ങൾക്ക് കുറച്ച് പേര് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർ പോയിട്ട് പഠിക്കട്ടെ, വേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പഠിക്കട്ടെ. ഞാനൊക്കെ എത്ര കാലമായി ഈ ഫീൽഡിൽ, എനിക്ക് അതിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ളവരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അറിയാവുന്ന കാര്യം. ഞാനിത് എത്ര കേട്ടിട്ടുള്ളതാണ്, ഞാൻ എത്ര കണ്ടിട്ടുള്ളതാണ്, ഇതൊക്കെ എത്ര വലിയ സംഭവമാണോ എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ് ഓണേഴ്സിനെ കണ്ടിട്ടുണ്ടോ? അവരുടെ എക്സ്റേ എടുത്ത് പരിശോധിക്കണം. ശരീരത്തിന്റെ അല്ല, ബിസിനസിന്റെ. ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും പലപ്പോഴും, എന്നാലും പറച്ചിൽ ഒരു കുറവുണ്ടാകും. എന്റെ ചുറ്റുമുള്ളവർ ഞാൻ പറയുന്നതിന് യെസ് മൂളാൻ നിൽക്കുന്നവരായിരിക്കണമെന്നും, എന്റെ ചുറ്റുമുള്ളവർ മുഴുവൻ എനിക്ക് അനുകൂലമായിട്ടേ സംസാരിക്കാൻ പാടുമെന്നുള്ള ചിന്താഗതിയുള്ള ഡിസീസ് മൈൻഡ് സെറ്റ് ഉള്ള സിഇഒസ് ആണ് സ്വന്തം ബിസിനസിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു മനസ്സുണ്ട്, ഇവിടെ വന്നവർക്ക് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എവിടെയെങ്കിലും എനിക്കതറിയാം, ഞാൻ ഈ ഏരിയയിൽ സ്ട്രോങ് ആണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കോ, അത് ഇവിടെ നിർത്തിക്കോ. നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് കാത്തിരിപ്പുണ്ട്. അവൻ ടെക്നോളജിയെ വെല്ലും. നിങ്ങൾ കൊഡാക്കിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ, ഫിലിമിലെ മന്നൻ ഇപ്പൊ എവിടെയാ? വെസ്പ സ്കൂട്ടറിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ, ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സംഭവം. രാജദൂത് അറിയാലോ, ഇപ്പൊ എവിടെയാ അവര്? ബുള്ളറ്റിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ബുള്ളറ്റ് ഒരു കാലത്ത് നമ്മുടെ റോഡ് ഭരിച്ചിരുന്ന ബുള്ളറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമായി, പ്രൊഡക്ഷൻ വരെ നിർത്തിവെക്കേണ്ടി വന്നു.
പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നു. എങ്ങനെയാ? സിഇഒ മാറി, കമ്പനിയുടെ സിഇഒ മാറി. ബുള്ളറ്റിന്റെ ഹിമാലയൻ ബൈക്ക് ഇറക്കിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഹിമാലയൻ ബൈക്ക് ഇറക്കിയത് സിഇഒ ആ ബൈക്ക് എടുത്തിട്ട് മൗണ്ടൻ ട്രിപ്പിന് പോവുക ചെയ്തു. അതിങ്ങ് എടുത്തിട്ട് യൂട്യൂബിലിട്ടു. പിള്ളേര് കയറി കൊളുത്തിയിലേക്ക്. ഒരു കമ്പനിയുടെ സിഇഒ BMW-യിലും ഓഡിയിലും ബെന്റലിയിലും പോണ്ട ആള് ഹിമാലയൻ സ്വന്തം ബൈക്ക് എടുത്തിട്ട് സ്വന്തം കമ്പനിയുടെ പ്രൊഡക്ഷൻ എടുത്ത് ഇത് ഓഫ് റോഡ് ബൈക്കാണെന്ന് പറഞ്ഞിട്ട് മൗണ്ടൻസിലേക്ക് സ്വന്തമായിട്ട് ഓടിച്ച് കയറ്റി കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പിള്ളേരിറങ്ങി. അതേ മൈൻഡ് സെറ്റ് ഉള്ള ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ള പിള്ളേർ ഇറങ്ങിയപ്പോൾ ഹിമാലയൻ ബൈക്ക് വലിയ വിജയമായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിമാലയൻ ബൈക്ക് ഉണ്ടാക്കിയിട്ട് ഷോറൂമിൽ വെച്ചിരുന്നെങ്കിൽ ഈ കച്ചവടം നടക്കില്ലായിരുന്നു. ശരിയാണോ? കറക്റ്റാണോ? നിങ്ങളുടെ കച്ചവടത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴും ഒരു മോശമായ പണിക്കാരൻ അവന്റെ ടൂളുകളെ കുറ്റം പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ അവന്റെ ആയുധങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അവന്റെ ചുറ്റുപാടിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ് മോശമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ എടുത്തിട്ട് സെൽഫി ആയിട്ട് തിരിച്ചു വെച്ചു, എന്നിട്ട് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ പറ്റും, നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്, ഇത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യാറുണ്ടോ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കംഫേർട്ട് സോൺ, ഗ്രോത്ത് സോൺ. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയേണ്ടായിരിക്കും കംഫേർട്ട് സോൺ എന്താണ്, ഗ്രോത്ത് സോൺ എന്താണ്. നമ്മൾ ജോലി ചെയ്യുന്നു, വൈകുന്നേരമാവുന്നു, രാവിലെ ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ ചുറ്റിക്കറങ്ങുന്നതാണ് കംഫേർട്ട് സോൺ എങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരിക്കലും ഇരിക്കാതെ അതിന്റെ ഉള്ളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നും ചിന്തിക്കുന്ന ആളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഞാൻ 2-3 ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ? എത്ര പേർക്ക് ഇവിടെ പണം വേണം? ഒന്ന് എല്ലാം സൈലന്റ് ആയിട്ട് ഇരിക്കുക. എത്ര പേർക്ക് ഇവിടെ പണം വേണം? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾക്ക് പണം ഉണ്ടാവില്ലെന്ന്. എത്ര പേർക്ക് പണം വേണം? ശരി, നിങ്ങൾക്ക് പണം ഉണ്ടാവില്ലെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പണവും കൂടെ വേണം. അതാരാ പറഞ്ഞേ? ഞാനാണ്, രാമേന്ദ്രൻ. ഓക്കെ, പണം കൂടെ വേണം. ഓക്കെ, ചുമ്മാ പറയാ പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവുമെന്ന് അറിയാം. അപ്പൊ പണം കൂടെ വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് പറഞ്ഞു തരണം. സിമ്പിൾ ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് പണം വേണമെന്ന് ഞാനിപ്പോ, പണം കിട്ടുമോ എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇപ്പോ ഉള്ള ഇന്ധനത്തിന്റെ അവസ്ഥ എന്താ? ഫുൾ ടാങ്ക് ആണോ, ഹാഫ് ടാങ്ക് ആണോ, ഫുൾ ടാങ്ക്, അതോ റിസർവിലാണോ? മനസ്സിലായി. എത്ര പേരുടെ ഫുൾ ടാങ്ക് ഉണ്ട്, എത്ര പേരുടെ ഹാഫ് ടാങ്കിന്റെ ഫുൾ ടാങ്കിന്റെ ഇടയിലുണ്ട്, എത്ര പേർക്ക് ഹാഫ് ടാങ്കിന് താഴെ ഉണ്ട്, എത്ര പേർക്ക് മറ്റേ 100 രൂപയ്ക്ക് അടിക്കണ സ്വഭാവം? ഞാനത് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഹാഫ് ടാങ്കിന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ റിസർവിലാണ് നിങ്ങളുടെ വണ്ടി എപ്പോഴും ഓടാറുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെരി സീരിയസ്ലി ഞാൻ പറയുന്നു. ഇതിനെ സ്കേഴ്സിറ്റി ഓഫ് മൈൻഡ് സെറ്റ് എന്ന് പറയും. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയും. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ രോഗം ഞാൻ കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ രോഗം നിങ്ങൾക്കുള്ള ഹിന്റ് ഞാൻ തരികയാണ്. ഓക്കെ, അതായത് ഏത് ഷോപ്പിൽ പോയാലും എന്ത് വാങ്ങാൻ പോയാലും ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട്. ഇല്ലാതൊക്കെ ഇവിടെ പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനസ്സിനോട് ചോദിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം. ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ടോ? വില പേശാറുണ്ടോ? പിശുക്കാറുണ്ടോ? ഹോട്ടലിൽ പോയിട്ട് പൈസ കൊടുത്ത് 10 രൂപയോ 15 രൂപയോ കയ്യിലുണ്ടെങ്കിലും ടിപ്പ് കൊടുക്കേണ്ട, പിന്നെ അവന്റെ അതിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോരാറുണ്ടോ? എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച് ഇതൊരു സന്തോഷം തരുന്നില്ല, എനിക്ക് മടുത്തു, എനിക്ക് വെറുത്തു എന്ന് പറയാറുണ്ടോ? എന്റെ വീട്ടുകാരെന്നെ വളർത്തിയ രീതി ശരിയായില്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയാറുണ്ട്. ഏത് കാര്യം തുടങ്ങിക്കഴിഞ്ഞാലും മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കത് എത്തിപ്പെടാൻ പറ്റുമോ,
അത് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഡൗട്ട് അടിക്കാറുണ്ടോ? അതിനൊന്നും ടൈം കിട്ടില്ല, എനിക്ക് ആക്ച്വലി ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ ഇതിനൊന്നും സമയമില്ല, ഞാനത് പിന്നീട് നോക്കാം എന്ന് പറയാറുണ്ട്. കൊടുക്കാനുള്ള കടത്തിനെ കുറിച്ചും നടക്കാനുള്ള കാര്യത്തിനുള്ള കാശിനെ കുറിച്ചും മാത്രം ചിന്തിക്കാറുണ്ടോ? EMI കുറിച്ച്, പാല് കാശിനെ കുറിച്ച്, പത്രത്തിന്റെ കാശിനെ കുറിച്ച്, അത് കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട്. ഒപ്പമുള്ള കൂട്ടുകാര് എനിക്ക് പറ്റിയവരല്ല, അല്ലെങ്കിൽ എനിക്കൊപ്പമുള്ള കൂട്ടുകാർ, അതായത് തനിക്കൊത്തവരെ മാത്രമേ എന്റെ കൂട്ടുകാരാക്കൂ, വലിയ ആൾക്കാരായിട്ടൊന്ന് കമ്പനി കൂടാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് തോന്നാറുണ്ടോ? വലിയ ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് പണം കൊണ്ടാവാം, പദവി കൊണ്ടാവാം. ഇതിൽ എത്ര പോയിന്റ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ പറയണം കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പൈസ വരുന്നത് അല്ലെങ്കിൽ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ അഹങ്കാരായി പോകും. അതുകൊണ്ട് ഒരുപാട് പൈസയൊന്നും വേണ്ട, കുറച്ച് പൈസക്ക് ചെലവ് കാശ് നടക്കണം. പൈസ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയായി പോകും എന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ വീഴ്ചയാണ് എന്റെ വളർച്ച എന്ന് സ്വയം ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരെ നഷ്ടമാണ് എന്റെ ലാഭം എന്ന് ചിന്തിക്കാറുണ്ടോ? ഫോണ് വരുന്ന സമയത്ത്, വെറുതെ കസേരയുടെ മുകളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന സമയത്തും ഐ ആം ബിസി, ഞാൻ ഇത്തിരി തിരക്കില്ല, പിന്നെ വിളിക്കുന്നു, ഏത് കോള് വന്നാലും പറയാറുണ്ടോ? അത് മാർക്കറ്റിംഗ് കോൾ ആയിക്കോട്ടെ, സെയിൽസ് കോൾ ആയിക്കോട്ടെ. എനിക്കറിയാം ഇവിടെ പലരുടെയും നെഞ്ച് കാളി തുടങ്ങിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാനിത് ചെയ്യുന്നില്ല, എനിക്കിപ്പോ അതിന് സമയമില്ല, ഈ കാര്യം നിന്നെ കൊണ്ട് നടക്കില്ല എന്ന് സ്വയം ചിന്തിക്കാറ്. ഇതൊക്കെ ഒരു ലക്ഷണമാണ് കേട്ടോ. പനി വരുന്നത് ഏതോ ഒരു വലിയ അസുഖത്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഒരു ലക്ഷണം. ഇത്രയും സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു 3-4 സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ഐ ആം വെരി സോറി, കയ്യിൽ കാശ് വരില്ല. ഒന്നും തോന്നില്ല. നെഞ്ചു കാളിയാവും. പിങ്കി കാര്യമായിട്ട് ഇരുന്നിട്ട് പിങ്കി പിടക്കിങ്ങനെ ടിക് 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 പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നിട്ടായിരുന്നു. എന്നെ കുറിച്ചാണ്, എന്നെ തന്നെ കുറിച്ച്, എന്നെ മാത്രം ഉദ്ദേശാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. Am I right? ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ സ്വയം അങ്ങനെ ആയതാണ് ആണോ? കാശുണ്ടാവുന്നത് ഗ്രീഡി ആയി പോകും, നിങ്ങൾ അഹങ്കാരികളായി പോകും. അതുകൊണ്ട് അത്രയൊന്നും കാശുണ്ടാക്കാണ്ട, ജീവിക്കാനുള്ള കാശ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞത് ആരാണ്? നിങ്ങളാണോ അതോ നിങ്ങളുടെ സമൂഹമാണോ, ചുറ്റുമുള്ള സമൂഹം? ഇതൊക്കെ ചിന്തിക്കുന്നവന്റെ മനസ്സ് ദരിദ്രമാണ്. ദരിദ്ര ചിന്താഗതിയിൽ നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ എനിക്കൊരു കോപ്പുമില്ല എന്ന് പറഞ്ഞിരിക്കലെന്നായിരിക്കും അവസാനം ഒരു കോപ്പും ഉണ്ടാവില്ല, ദാരിദ്ര്യം മാത്രം. നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടിയ കാലത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു? അത് 12 കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ആ 12 കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? 15 കൊണ്ട്, 50 കൊണ്ട്, എത്ര കാശ് കിട്ടിയാലും അതുകൊണ്ട് ഗുണമുണ്ടോ? കാരണം എന്താ അറിയോ? അതിന് കാരണം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇമ്പോസ്ഡ് ആയിട്ടുള്ള, സമൂഹം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് തന്നിരിക്കുന്ന ഏതോ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പേര് ജോലിക്കാരായിട്ട് മാറുന്നത്? ജോലിക്കാരാവാൻ വേണ്ടി മാത്രം പഠിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് കാണിച്ചതാ? ഡിഗ്രി കോഴ്സ് കാണിച്ചതാ? അല്ലെങ്കിൽ +2 കോഴ്സ് കാണിച്ചതാ? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഴ്സ് കാണിച്ചതാ? ക്ലർക്ക് ആവാൻ, ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, മെക്കാനിക് ആവാൻ, മാനേജർ ആവാൻ, അങ്ങനെ ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്. ഒരു ബിസിനസ് പഠിപ്പിക്കാൻ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. +2 വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ. ഇപ്പൊ പറയും MBA ഞാൻ പഠിക്കാറുണ്ട്. ഇവിടെ MBA പഠിക്കുന്നത്
ബിസിനസ് ചെയ്യാനല്ല MBA ഇവിടെ പഠിക്കുന്നത്, നല്ല ശമ്പളം കിട്ടാനാണ്. ബിസിനസ്സിന് സ്പെസിഫൈ ആയിട്ടൊരു കോഴ്സ് കാണിച്ചതാ. അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ബിസിനസ്സുകാരനായിട്ടുണ്ടാവും. അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ടായിരിക്കും ആ കോഴ്സ് ചേർന്നിരിക്കുക. ഒരു രക്ഷിതാവ്, ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന രക്ഷിതാവ് പോലും മകനെ ജോലിക്കാരനാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണത്? അത് നമ്മുടെ സമൂഹം നമ്മുടെ ഉള്ളിലേക്ക് ഇമ്പോസ് ചെയ്തിട്ടുള്ള കുറെ അനാവശ്യമായ ചിന്തകളുണ്ട്. സുഖമായിട്ട് ജീവിക്കുക. എന്താണത്? സുഖമായിട്ട് ജീവിക്കുക. എത്ര കാലം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചു? ഇതിൽ എത്ര പേര് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ടെന്ന് പറയൂ. സാർ, ഞാൻ സുഖമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരാളെ കാണിച്ചിരിക്കും, ഒരാളെ സുഖമായിട്ട് ജീവിക്കുന്നവര്. ദാരിദ്ര്യം പിടിച്ച മനസ്സ് വളർത്തിയെടുത്തത് കൊണ്ടാണ്. ഞാൻ പറയണത്, അയ്യോ ഇതൊക്കെ ശ്രീജിത്ത് കേസ് ഇതൊക്കെ വളർത്തിയെടുത്ത് ഭയങ്കര ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ഞാൻ എന്നെ തന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക്. അതൊരവസരം. ഞാൻ ഇവിടെ ഇരിക്കുന്ന പരിപാടി എന്നെ തെറി വിളിക്കാനാണ്, എന്നെ സ്വഭാവം നന്നാക്കാനാണ്. ഞാൻ ഇവിടുത്തെ ഇരിക്കുന്ന 10-33 പേരെ ഉത്ബോധിപ്പിക്കാൻ വന്നതല്ല. ഇത് എന്റെ പരിപാടി. എന്തിനറിയോ? എനിക്ക് നന്നാവാൻ. അടുത്ത 21 ദിവസം കൊണ്ട് ഞാൻ കുറച്ച് പ്ലാൻ ഇട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട്. അല്ലെ പിന്നെ കാശ് മേടിച്ചിട്ടല്ലേ ഞാൻ പരിപാടി ചെയ്യുള്ളൂ നിങ്ങളെ നന്നാക്കാനാണെങ്കിൽ. ഞാൻ എന്നെ തന്നെ തെറി വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതിലെ പല സ്വഭാവങ്ങളും എനിക്കുണ്ട്. പക്ഷെ തിരിച്ചറിവ് വളരെ ഇമ്പോർട്ടന്റ്. അറിവിനേക്കാൾ കൂടുതലാണല്ലോ തിരിച്ചറിവ്. അബണ്ടൻസ് മൈൻഡ് സെറ്റ്. ഞാൻ ഡെയിലി രാവിലെ കേൾക്കുന്ന ഒരു അഫർമേഷൻ ഉണ്ട്. രാവിലെ എന്റെ അലാം ടോൺ ആക്ച്വലി അഫർമേഷൻ, റിച്ച് അവർ അഫർമേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് യൂട്യൂബിലും സ്പോട്ടിഫൈയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഡെയിലി കേൾക്കുന്നു. എന്റെ അലാം ടോൺ അതാണ്. ഫസ്റ്റ് അലാം ടോൺ വേറൊരു ട്യൂണും, സെക്കൻഡ് അലാം ടോൺ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ട് കേൾക്കുന്ന അലാം ടോൺ. ഐ ആം വർത്ത് ബീയിങ് വെൽത്തി എന്നുള്ളതാണ്. ഞാൻ പണമുണ്ടാക്കാൻ വെർത്തായിട്ടുള്ള ഒരാളാണെന്നാണ് അതിന്റെ തുടക്കം. ഏകദേശം 2-2.5 മണിക്കൂറുള്ള അലാം മീൻസ് അഫർമേഷൻ ആണ്. ഞാൻ ഒരു 5 മിനിറ്റ് മാക്സിമം കേൾക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം. അതിൽ പറയുന്നത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ കുളിര് പോരുന്നു. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യാനുള്ള ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അതിങ്ങനെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ കുളിര് പോരും. അയ്യോ ഇതൊക്കെ ഞാനാണോ, നമ്മളാണോ? ഇതിങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ തെറി വിളിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഇവിടെ പോയിട്ട് ഈ ഇന്ന് നേരെ പോയിട്ട് എന്റെ വണ്ടിയിൽ ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം എന്നാണ് ഇപ്പൊ നിസാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിസാമെ തെറ്റി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലായ്പ്പോഴും ഞാൻ ഫുൾ ടാങ്ക് അടിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ അബണ്ടൻസ്. ഏതെങ്കിലും ഒരു വട്ടം ഞാൻ വണ്ടി എടുത്ത കാലത്ത് സാർ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിലൊന്നും അബണ്ടൻസ് ഇല്ല. അബണ്ടൻസ് എന്താ? നിങ്ങളുടെ മനസ്സിൽ ഈ ദാരിദ്ര്യത്തിനെ തുടച്ചു നിൽക്കണമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ദാരിദ്ര്യത്തിനെ തുടച്ചു നീക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അബണ്ടൻസ് ആവണം, ഗ്രോത്ത് ഉണ്ടാവണം, ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമെന്നല്ല, ഈ ജോലി എനിക്ക് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ടെന്നാണ്. വീട്ടുകാരനെ നിങ്ങൾ ഈ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിക്കുകയല്ല, നിങ്ങൾ എന്നെ കെയർ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളമെങ്കിലും ആയത് എന്ന് ചിന്തിക്കാനുള്ള ആ മൈൻഡ് സെറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ മാറ്റങ്ങൾ. എന്നോട് നോ പറയാണ്ട് അപ്പുറത്തുള്ളവരോട് നോ പറയാൻ പഠിക്കുക. അത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് മാറ്റണോ? സീരിയസ്ലി, ഡു യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി മാറ്റണോന്നാണ് ചോദിക്കുന്നത്. പിന്നെ മാറ്റണ്ടേ? ഇതല്ലേ ഇപ്പോ മാറ്റണോ? എങ്ങനെ മാറ്റും? എങ്ങനെ മാറ്റും? എനി ഐഡിയ? അവിടെയാണ് നമ്മൾ ചില ശീലങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മാത്രമേ പാടൂ. നമ്മൾ മാത്രമേ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പാടൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ പറഞ്ഞ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും തമാശക്ക് പറയുന്ന കാര്യമുണ്ട്. ഇവിടെ എന്റെ അനിയനുണ്ട്, സിസ്റ്ററും ഉണ്ട്. എന്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവല്ലേ എന്നാ. വള്ളുവനാടൻ ഭാഷയായിട്ടാ, ഞങ്ങൾ ഒറ്റപ്പാലംകാരാണ്. ലാലേട്ടൻ ദേവാസുരത്തിലും 6-ാം തമ്പുരാനിലും പറഞ്ഞ ഡയലോഗുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലാണ്. എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവല്ലേ എന്നാണ്.
കൃത്യമായിട്ട് ദൈവം കൃത്യമായിട്ട് വിളി കേട്ടു. അമ്മ പ്രാർത്ഥിച്ചത് എന്റെ കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവല്ലേ എന്നാ. പക്ഷെ ദൈവം കൃത്യമായിട്ട് കേട്ടു, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ അമ്മയെ കുറ്റം പറയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുണ്ട് കേട്ടോ, വേറെ കാര്യം. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും കഴിക്കണ്ട, തടിക്കും. ഞാൻ മെലിഞ്ഞിട്ട് ഞാൻ എന്റെ ചിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അസുഖം വരും, അതൊന്നും കഴിക്കണ്ട. ആ ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കണം, എന്തിനാ? ഈ ബീഫ് ഒന്നും കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ കൂടും. മുട്ട ഡെയിലി മുട്ട കഴിക്കുക, അതൊന്നും പാടില്ല. മഞ്ഞ മാറ്റി വെച്ച് വെള്ള കഴിച്ചു, അസുഖം വല്ലതും വരും. വല്ല ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വരും. 32ാമത്തെ വയസ്സിൽ തന്നെ ഷുഗർ വന്നു, ഒട്ട് പിന്നാലെ തന്നെ കൊളസ്ട്രോൾ കയറി. ദൈവം സഹായിച്ചൊരു BP ഇതുവരെ വന്നിട്ടില്ല. ഓളാണ് കുറച്ചില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്താണോ ഇതൊക്കെ ഇമ്പോസ് ചെയ്തതാ. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഷുഗർ വരണേ എന്നുള്ളത്, ഇല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഇമ്പോസ് ചെയ്തു. അതുകൊണ്ട് എന്താ അറിയോ, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഷുഗർ വരും. ഭക്ഷണം കഴിക്കാൻ പറ്റും, മധുരം ഒന്നും സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും ഇല്ല. എന്താ കാരണം? അത് ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ഉള്ളില്. അസുഖം വരും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, തീയിലേക്ക് കൈയിടരുത്, അല്ലേ? നിസാമേ, നീ തീയിൽ ചൂടുണ്ടെന്ന് എങ്ങനെ ആദ്യം അറിഞ്ഞത്? എങ്ങനെ? പാപ്പ ഉമ്മയെ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ചൂടാണ്, കൈയിടരുത്. എന്നിട്ട് നീ നിർത്തിയോ? നീ പോയി കൈയിട്ടിട്ടപ്പോഴാണ് നിനക്ക് ചൂട് എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞത്. പിന്നെ നീ ചെയ്തിട്ടില്ല, പിന്നെ ഉമ്മ പറയേണ്ടി വന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കട്ടെ. ഇമ്പോസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തും. ഞാൻ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഇവിടെ നമ്മുടെ നാട്ടിൽ വേണ്ട 2 ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിലൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കണം, 1 മാരേജിലും 2 പാരന്റിങ്ങിലും. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത പരിപാടിയാണ് 2 കാര്യങ്ങൾ, 1 മാരേജും 2 പാരന്റിങ്. ഈ 2ല് നിർബന്ധമായിട്ട് നിങ്ങളൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. നിസാമെ, പാരന്റിങ്ങിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം കുട്ടിയെ കുറിച്ച് ആലോചിച്ചാൽ മതി, സീരിയസ്ലി. കാരണം എന്താ അറിയോ, ഇവിടുത്തെ നമ്മളിൽ വന്ന പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് വളർത്തുദോഷമാണ്. എന്നിട്ട് നാട്ടുകാർ പറയും വളർത്തുദോഷം. എന്താ അറിയോ, നാട്ടുകാർക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതല്ല, പാരന്റിങ്ങിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഒരു CEO മസ്റ്റ് ബി ബോൺ ഫ്രം ദ ഹോം. അവന്റെ ചെറുപ്പം തൊട്ടിട്ട് അവൻ ചെയ്യണം. ഒരിക്കലും ഒരു CEO എന്ന് പറയുന്ന ആൾ ജനിക്കുമ്പോൾ CEO ആവുന്നില്ല. പക്ഷെ അതിന്റെ സിസ്റ്റം, സ്വഭാവങ്ങൾ, ശീലങ്ങൾ. അപ്പൊ ഈ സ്കെയർസിറ്റി മൈൻഡിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1, 2, 3 കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്പർ 1 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, നന്ദി പറയുക എന്നുള്ളതാണ്. എങ്ങനെ നന്ദി പറയാം? നന്ദി, താങ്ക് യു എന്നല്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക് യു ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ നന്ദി എന്ന് ആരോടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഈ പരിപാടി കഴിഞ്ഞാൽ പലരും താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് പോകും. ഞാനും പറയും താങ്ക് യു എന്ന് പറയും, നന്ദി പറയാറുണ്ട്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, നന്ദി നിങ്ങൾ എന്തിനാ നന്ദി പറയണേ? ഷാനിത്തെ, ഒരു കാര്യത്തിന് നിങ്ങൾ നന്ദി, ഒരു കസ്റ്റമറോട് നിങ്ങൾ നന്ദി പറയുന്നു, എന്തിനാ നന്ദി പറയുന്നത്? കസ്റ്റമർ തന്ന കാശിനാണ് നന്ദി പറയുന്നത്, ശരിയാണോ? അല്ല, കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായി എന്നുള്ളതിന് നന്ദി പറഞ്ഞു നോക്ക്. കളി മാറി. എനിക്കൊരു ശീലമുണ്ട്, നമ്മൾ പണ്ട് നാട്ടിൽ പറയും ഡയറി എഴുത്തെന്ന് പറയും. പക്ഷെ ഡെയിലി വൈകുന്നേരം നമ്മളെ 21 ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെയിലി വൈകുന്നേരം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അന്ന് ചെയ്ത കാര്യങ്ങൾക്ക് ആരോടെങ്കിലും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്. 4 കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത്. വാട്ട് വെന്റ് വെൽ, വാട്ട് വെന്റ് റോങ്, വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ് ടുഡേ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ 4 കാര്യങ്ങളാണ്. എന്തൊക്കെ നന്നായിട്ട് പോയി, എന്തൊക്കെ മോശമായിട്ട് പോയി, എന്തൊക്കെ കൂടുതൽ നന്നാക്കാമായിരുന്നു, ഇതിന് എന്നോട് എനിക്കുള്ള നന്ദി. അതിന് ഡയറിയെ കൊണ്ടിട്ടോ, നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ കണക്ട് ചെയ്താൽ മതി. കാശ് ഇറക്കണം, എന്റെ അടുത്തല്ല, വേറെ ആളാണ് അത് ഇറക്കിക്കൊണ്ടിരിക്കും. ഞാനിത് വിൽക്കാനിരിക്കുന്നു. ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്താൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? നമുക്ക് കൂടുതൽ പേരോട് നന്ദി പറയാൻ തോന്നും. ഇപ്പോ ദൈവത്തില് പള്ളിയിൽ പോയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ, എനിക്ക് തോന്നുന്നു എനിക്ക് ക്രിസ്ത്യൻസിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നന്ദി പറയാനുള്ള ചടങ്ങ്, അല്ലേ? നന്ദി പറയാനുള്ള ചടങ്ങ് എന്ന് പറയുന്നത് മാക്സിമം ആളുകളോട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ ഒരു ഗുണം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താ? നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും.
ശരിയാണോ? കൂടുതൽ ആളോട് നന്ദി പറയണമെങ്കിൽ, കൂടുതൽ കസ്റ്റമറോട് നന്ദി പറയണമെങ്കിൽ ഷാനിദെ നമ്മൾ കൂടുതൽ കച്ചവടം നടത്തണം. ശരിയാണോ? കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ 1 കാര്യമാണ് നിങ്ങളുടെ സ്കേഴ്സിറ്റി, നിങ്ങളുടെ മനസ്സിൽ നിന്ന് സെൽഫിഷ് എന്നുള്ളത് എടുത്തു മാറ്റിയിട്ട് നന്ദി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് മാറും. ഈ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് അബൻഡൻസിലേക്ക് മാറും. ഞാൻ പറയുന്നത് പെട്ടെന്ന് നാളെ സുപ്രഭാതത്തിൽ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എന്റെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വന്ന മാറ്റങ്ങൾ ഈ പറഞ്ഞത്. ഞാൻ ഒരിടത്ത് പോയിട്ടും ഡിസ്കൗണ്ട് ചോദിക്കാറില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഡിസ്കൗണ്ട് ചോദിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്നോട് ഡിസ്കൗണ്ട് ചോദിക്കുന്നവരോട് ഞാൻ ചിരിക്കാറേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഡിസ്കൗണ്ട് കൊടുത്താലേ കസ്റ്റമർ വാങ്ങൂ എന്ന് തോന്നുന്ന ഒരു സ്വഭാവമല്ലേ നിങ്ങൾക്ക്? ദേ ആർ എക്സ്പെക്ടിങ് എ ഡിസ്കൗണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനൊന്ന് കാശ് കയറ്റിട്ടിട്ട് ഒന്ന് കുറച്ച് കൊടുത്തേക്കാം എന്ന് തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് ഇല്ലേ, അത് നിർത്തും. ഇതാണ് എന്റെ പ്രൈസ്, നോ ഡിസ്കൗണ്ട്സ്. നിങ്ങൾ ഓഫറുകൾ കൊടുത്തോളൂ, മൺസൂൺ ഓഫർ, ആ ഓഫർ, ഈ ഓഫർ കൊടുത്തോളൂ, നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുത്തോളൂ. പക്ഷെ ഓരോ കസ്റ്റമറും നിങ്ങളോട് വന്നിട്ട് അതിന് ഇത്ര കുറച്ച് തരുമോ, ഒരു 50 രൂപ കുറച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സ്വഭാവമില്ലേ? ആ സ്വഭാവം നിങ്ങൾ നിർത്തിയാൽ നിങ്ങളുടെ കസ്റ്റമർ നിർത്തും. കറക്റ്റ് കറക്റ്റ്. രണ്ടാമത്തത്, അടിക്കുമ്പോ ഫുൾ ടാങ്ക് അടിക്കും പെട്രോൾ. ഫുൾ ടാങ്ക് അടിക്കും. അപ്പൊ തന്നെ ഒരു റിസർവ് ആകുമ്പോഴേക്ക് നമുക്ക് ടെൻഷൻ തുടങ്ങും സ്വാഭാവികമായിട്ടും. നമ്മൾ അടുത്ത് ഫുൾ ടാങ്ക് അടിക്കും. ഞാൻ എന്റെ ജോലിയെ എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഞാൻ 6 മണിക്ക് എന്നോട് ഇന്നലെ എന്റെ ബ്രദർ, വൺ ഓഫ് ദ കസിൻ ബ്രദർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി കിടക്കാനുണ്ട്, എനിക്ക് ഇന്ന് അവരെ എഴുന്നേക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തുണ്ട്. രാവിലെ 6 മണിക്ക് ഒരു 8 മണിക്ക് 9 മണിക്കൊക്കെ എടുത്താൽ പോലെ അല്ല. ഞാൻ എന്റെ ജോലി എൻജോയ് ചെയ്ത് എന്നോട് രാത്രി 12 മണിക്ക് അഭിരാം വിളിച്ചിട്ട് കച്ചവടം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ കിടന്നുറങ്ങുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ആ പറയാം അഭിരാം എന്താ കച്ചവടത്തിന്റെ കാര്യം. മറിച്ച് അഭിരാമ വിളിച്ചിട്ട് വേറൊരുത്തനെ ഷാനിദിനെ കണ്ട് കുറ്റം പറയാനാണെങ്കിൽ ഷാനിദ് സോറി അഭിരാമെ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് വെക്കും. കുറെ മാറ്റങ്ങൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഏത് പ്രശ്നം വന്നാലും അതിങ്ങനെ ആയാൽ എന്താ കുഴപ്പം എന്ന് പ്രോആക്റ്റീവായിട്ട് ചിന്തിക്കും. ഇതൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ അടയാളങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെയിലി വൈകുന്നേരം ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് ഞാൻ ഇന്ന ആളോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന കാര്യത്തിൽ, ഞാൻ ഇന്ന ആളോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന കാര്യത്തിൽ, ഞാൻ ഈ ആളോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന കാര്യത്തിൽ എന്ന് എഴുതി വെക്കുമ്പോൾ അതിങ്ങനെ നിറഞ്ഞു കാണാൻ നല്ല രസം. ആദ്യത്തെ ദിവസം ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ, 2 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 ഉണ്ടാവും, 15, 50, 100, 150, 200. കാരണം എന്താ, ഈ നന്ദി പറയുന്നതെല്ലാം നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മെച്ചം ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയുക. അല്ലാണ്ട് അപ്പുറത്തുള്ള 2 തന്നു പോയി കഴിഞ്ഞാൽ നന്ദി 2 തന്നതിന് പറയൂ? ഇല്ലല്ലോ. സോ ഡെഫിനറ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡിന് എണ്ണം കൂട്ടുക. ഇനി ഒരു 3-4 പോയിന്റും കൂടി ഉണ്ട്, നാളെ പറഞ്ഞാൽ മതിയോ? സ്ലോ ആയിട്ട് പോയാൽ പോരെ? 7 മണി കഴിഞ്ഞു, പലർക്കും പള്ളിയിൽ പോകാനുള്ള കേസുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു 6 AM ക്ലബിന്റെ തുടക്കം? എനിക്കൊരു വലിയ അത്ഭുതം എന്താ പറയുക, 32 പേര് ഇവിടെ കിടപ്പുണ്ട്, ഒരാളൊക്കെ പോയി. പറ, ആരെങ്കിലൊക്കെ പറ, എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കം? തുടക്കം നന്നായാലല്ലേ ഒടുക്കത്തവരെത്തുള്ളൂ. നല്ല തുടക്കമാണ് സാർ, നല്ല തുടക്കമാണ്. ഇതുവരെ സംസാരിക്കാത്ത ടോപ്പിക്കല്ലേ സനീഷ് നമ്മള്? അതെ നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും ബേസ് ഇത് തന്നെയാണ് സാർ. ആരും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്ക് ചെറിയൊരു മാറ്റം എന്ന് വെച്ചാല്
ഞാന് ഭയങ്കര രാവിലെ നിലവിളക്കൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര ഭക്തിയിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോ ഈ അടുത്ത കാലം വരെ ഈ ഇല്ലായ്മ, ദാരിദ്ര്യം അത് മാത്രമേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ പോസിറ്റീവായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോ പ്രാർത്ഥന തീരില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റേതാണെങ്കിൽ 1-2 കാര്യമുള്ളൂ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മൈൻഡ് പിന്നെയും നെഗറ്റീവ് ആവും. ഇതാകുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ആവും. രാവിലത്തെ സമയം 3 ഹോർമോണുകൾ കയറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒന്ന് ഡോപ്പമിൻ, ഒന്ന് സെറട്ടോൺ, പിന്നെ അത് ഒരു കൂടി രാവിലത്തെ കഴിഞ്ഞ പേര് നമുക്ക് ബയോളജി അറിയാത്ത പ്രശ്നം കോർട്ടിസൈഡ്. 3 ഹോർമോൺ. കോർട്ടിസൈഡ് പറയുന്നത് പേടി ഉണ്ടാക്കുന്നതാണ്, ഡോപ്പമിൻ നമ്മുടെ എനർജി കയറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം ഡെഫിനറ്റ്ലി. ഞാൻ ചോദിക്കുന്നത് ഇനി ബാക്കിയുള്ളവര്. സനീഷ് എന്റെ സ്ഥിരം കുറ്റിയാണ്. പറയും. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അടിപൊളി. ഇനി എന്തേലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ പറയും. സർ നല്ല ക്ലാസ് ആയിരുന്നു. ഞാന് ഈ നന്ദിയാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. ശരിക്കും ഇന്ന് ഗുരുപൂർണിമയാണ്. അപ്പൊ ഗുരുജി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ബൈബിളിലൊരു വചനം കോട്ട് ചെയ്തിട്ടാണ് പുള്ളി പറയുന്നത്. നന്ദിയുള്ളവന് വാരിക്കോരി കൊടുക്കും എന്ന് പറയും. വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന്. അപ്പൊ സത്യമാണ് അത് നമ്മള് ഞാൻ ഈ ഒരു ഫീൽഡിൽ വരാനായിട്ട് എന്നെ റിക്രൂട്ട് ചെയ്ത സാറിന്, എന്റെ ഒരു ജോബി പെരുമറ്റം എന്ന് പറഞ്ഞ സാറാണ് റിക്രൂട്ട് ചെയ്തത്. ഞാനൊരു ട്രോഫി വാങ്ങാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് അവിടെ പറയും, നന്ദി പറയും സാറിന്. അപ്പൊ എന്നിന് ആ സാറിന് ഇനി പറയും പാൻ ഇന്ത്യ നമ്പർ 1 ഒക്കെ ആവുമ്പോ ഞാൻ സാറിനെ കുറിച്ചും പറയും, സാറിന്റെ ക്ലാസ്. അപ്പൊ അതിനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുതിയ ആൾക്കാർ കേൾക്കട്ടെ. എനിക്ക് പുതിയ ആൾക്കാരെന്ന് കേൾക്കാനാണ് താല്പര്യം കൂടുതൽ. മറ്റുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ സെറ്റപ്പിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ രീതികളിലോ നമ്മുടെ സംസാര രീതികളിലോ സ്റ്റൈലിലോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, ശരി. എനിക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും സോണിമൻ സാറേ ഒന്ന് സംസാരിക്കും, അൺമ്യൂട്ട് ചെയ്തിട്ട്. സാറേ പറയൂ. സാറേ, ക്ലാസ് നല്ല തുടക്കം തന്നെയായിരുന്നു. നമുക്ക് പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ളൂ. കാരണം പറഞ്ഞു ശരിയാ, നമ്മൾ ചെയ്താലല്ലേ നമുക്ക് വലുതായിട്ട് കിട്ടത്തുള്ളൂ. ഇതുവരെ തുടങ്ങാത്തത് കൊണ്ട് എങ്ങനെ തുടങ്ങും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു സർവീസ് കൂടി, ഇത് ഫ്രീ ആണെന്നുള്ള പറഞ്ഞത്. നാളത്തെ ദിവസം, നാളെ മറ്റന്നാൾ തിങ്കൾ ചൊവ്വ, നാളത്തെ ദിവസം 10 മണി മുതൽ 12 മണി വരെ ഞാൻ ഫ്രീ ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ബിസിനസിനെ സംബന്ധിച്ച് ചലഞ്ചസുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ ഒരു മാക്സിമം 1/2 മണിക്കൂർ, അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. കൂടുതൽ അവൈലബിലിറ്റി കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ടാണ് മാക്സിമം 1/2 മണിക്കൂർ നമുക്ക് സംസാരിക്കാം. അപ്പൊ എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി. നമുക്ക് ഓൺലൈനിൽ ഇരിക്കാം. ഞാൻ ബാംഗ്ലൂർ, അതുകൊണ്ട് നേരിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ബാംഗ്ലൂർ വരുന്നവർക്ക് വരാട്ടോ ധൈര്യം. നമുക്കൊരു 1/2 മണിക്കൂർ ഇരുന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സൊല്യൂഷൻസ് തരാൻ പറ്റും. അപ്പൊ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ പേഴ്സണൽ, ഞാൻ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് എല്ലാം ഹാൻഡിൽ ചെയ്യണത്. എന്റെ നമ്പർ തന്നെയാണ്, എന്റെ പേഴ്സണൽ, എന്റെ ഓഫീഷ്യൽ നമ്പറാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് എന്തെങ്കിലും ചലഞ്ചസുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക്. നാളത്തെ ദിവസം നാളെയും മറ്റന്നാളും 10 മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഒരു 1/2 മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർ. ഓക്കെ, പറയും. എനിവൺ എനിക്ക് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർ എന്നെ സ്ഥിരം പരിചയമില്ലാത്ത. രമേശ് ഭായി എങ്ങനെ ഉണ്ടായിരുന്നു? രമേശ്, നല്ല തുടക്കമായിരുന്നു. എനിക്ക് സജഷൻസ് വേണം, ഇങ്ങനെ മാറ്റാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. എനിക്ക് പതുക്കെ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും കുറച്ചും കൂടി എന്താ പ്രശ്നം അറിയോ? അത് എന്റെ ഒരു പ്രോബ്ലം കൂടിയായി. നമ്മൾ മറ്റേ തട്ടേ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളം ഇട്ട് കൊടുക്കില്ല, നമ്മൾ തന്നെ രാജാവ്. അതാണ് പ്രശ്നം. നമുക്ക് ശരിയാക്കാൻ മനസ്സിൽ, എന്നാലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചില സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് സാക്കിർച്ചൊക്കെ സ്ഥിരം കംപ്ലൈന്റ് പറയും, സാറ് സംസാരിച്ചാൽ മതി, എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് ഇപ്പുറത്ത് പേഴ്സണലി മെസ്സേജ് വരും എനിക്ക്.
എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി അപ്ലിക്കബിൾ ആക്കാൻ തയ്യാറാവും. കേട്ടിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഓരോ പോയിന്റിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനുശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്യും. അതല്ലേ നല്ലത്? ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ കാര്യം പറഞ്ഞ മാതിരി, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങിച്ചു. പക്ഷെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള കാരണം ആ ബുക്ക് ഇപ്പോഴും വായിച്ചിട്ടില്ല. കുറെ കഥകളുണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, പ്രോക്രാസ്റ്റിനെ കുറിച്ച് മാത്രമുള്ളത്. അത് തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ്, മിടുക്കന. നന്നായി വരട്ടെ. ഓക്കെ, അപ്പോ ബാക്കിയെല്ലാം സെറ്റല്ലേ? നാളെ 6 മണിക്ക് ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കിയ ഒറ്റ കാര്യം, അവിടെ 100 പേര് ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. നമ്മളിവിടെ 30 പേരേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അവരെ വിളിച്ചുണർത്താൻ നമുക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. അവൻ എങ്ങനെ ചെറിയ അസൂയപ്പെട്ടിട്ട് മാത്രം, ഈ സ്കേഴ്സിറ്റി മൈൻഡുള്ള സെറ്റുള്ളവരാണ്. അവൻ അസൂയപ്പെട്ട് ഇവിടെ എന്തോ കൊടുക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നാളത്തെ ക്ലാസ്സിനെങ്കിലും ഇവർ വരൂ. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ അങ്ങനെ അഭിപ്രായങ്ങൾ നിറച്ച് പൊളിച്ചെഴുതണം. ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എഴുതിക്കോ ധൈര്യമായിട്ട്. എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ടെന്ന് ഗ്രൂപ്പിൽ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുന്ന നിമിഷം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചേക്കുക. എന്ത് ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമ്മൾ നടത്തിയ സംഭവത്തിനെ പറ്റി, നിങ്ങൾക്ക് വന്ന മാറ്റത്തിനെ കുറിച്ച്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് തന്നെയാണെങ്കിലും നിറച്ചെഴുതിക്കോ. ആ ഒളിഞ്ഞിരിക്കുന്ന കുറെ എണ്ണല്ലേ ഒക്കെ പുറത്തേക്ക് വരട്ടെ. ഓക്കെ, ഇവരെയൊക്കെ മറ്റേ പുറത്തേക്ക് കൊണ്ടുവരാൻ അതേ വഴിയിൽ അസൂയ വരണം. അയ്യോ മറ്റുള്ളവൻ എന്തോ കിട്ടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വിഭാഗം ആൾക്കാർ പുറത്തേക്ക് വരുള്ളൂ. വരട്ടെന്നേ. ഓക്കെ, അപ്പോ വർക്കൗട്ട് ചെയ്യാം. ഇവിടെ ജോജി ഉണ്ടോ? നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ആരൊക്കെ ഉള്ളത്? ഓക്കെ, ഞാൻ കണക്ട് ചെയ്യാം. ഒരു കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളോട് നിങ്ങളെ എല്ലാം ഒരു ലീഡർ, ഇന്നലെ നമ്മൾ 5 പേരെ ലീഡർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 5 പേരിൽ ഓരോരുത്തരുടെ അണ്ടറിലേക്ക് നിങ്ങൾ ഇടും. അവർ നിങ്ങളെ വിളിച്ചുണർത്തും, അവർ നിങ്ങളെ താരാട്ടുപാടി ഉറക്കും, അവർ നിങ്ങളെ ഇനി മുതൽ കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ലിസ്റ്റ് നമുക്ക് ഇന്ന് ഗ്രൂപ്പിലിടാം. ഇതുവരെ രജിസ്റ്റർ ചെയ്തവരെ, സൂമിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, സെറ്റല്ലേ? ബാക്കിയൊന്നുമില്ലല്ലോ. അപ്പോ ഞായറാഴ്ചയാണ് നമുക്ക് ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ തിങ്കളാഴ്ചയെന്നോ എല്ലാം ഒരു ദിവസമാണ്. വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട്, പൈസ ഉണ്ടാക്കി പോയിട്ട്. ഓക്കെ, അപ്പോ എന്നാ ശരി. എന്നാ ഗുഡ് മോർണിംഗ്. താങ്ക് യു. നന്ദി. ആറ്റിറ്റ്യൂഡ്. പറഞ്ഞ മറക്കണ്ട, എഴുതാൻ മറക്കല്ല കേട്ടോ. ബൈ. ഓക്കെ.